ഇവർ ഈ പൈസ എന്ത് ചെയ്തെന്ന് ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാര്യം ബിരുദനത് കള്ളന്മാരാണ്, രാഷ്ട്രീയക്കാരെല്ലാരും കള്ളന്മാരാണ്. മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട് മോൻ്റെ കൊച്ചി എപ്പോഴും വെള്ളത്തിൽ പോക്കാണ്. ഇന്നാളെടുത്തിട്ട് എൻ്റെ മോനെ ഒരു മാസം കൊണ്ടുനടന്ന് വെള്ളത്തിൽ പോയിട്ട് ഭയങ്കര വിഷമമായി പോയി കൊച്ചിന്. ഇന്ന് ചെയ്തു പോയിട്ട് ഇന്ന് വരെ ഒരു ചാക്ക് സിമെന്റ് പോലും എന്റെ മുകളിൽ ഇട്ടിട്ടില്ല. ഇവിടെ നിന്ന് ഒരു വിസിലടിച്ച കോടതിയിലെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് കേൾക്കും. അയാൾ കേൾക്കണ സ്ഥലത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വർത്താനം പറയണത്. അപ്പൊ ആദിവാസികളുടെ പരിഗണന പോലെ താന്തോണത്തിന് ആരും കൊടുക്കുന്നില്ല. ഇവര് കുറെ പേര് തുരുത്തിലുള്ള ആൾക്കാരിനെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ വിരുന്നിന് വന്ന ആൾക്കാർ അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ എവിടെ ഇറങ്ങി ചോദിച്ചാലും എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ മാറ്റി ഒരുപാട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൈസക്ക് എന്ത് ചെയ്തു? ഈ മണത്തിന്റെ ഉള്ളിലാണ് ഈ ജനം താമസിക്കുന്നത്. ഒരു ഫോൺ എടുക്കും, ഒരു 10 പേരോട് സംസാരിക്കും, നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ പുള്ളിക്ക് നേരമുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന യാത്ര നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഒരു ബോട്ടില്, നമ്മുടെ ഈ ദ്വീപിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ബോട്ടിൽ വന്ന യാത്ര നിങ്ങൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം നമുക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും ആ ദ്വീപിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നാട്ടിലെ ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, എന്താ പേര്? എന്റെ പേര് പ്രസന്ന. ക്യാമറയിലേക്ക് പോയി ഇങ്ങനെ നീങ്ങുന്നു, വെള്ളത്തിലേക്ക് പോകണ്ട. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഈ തുരുത്ത് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ പെട്ടതല്ലേ? അതെ. പക്ഷെ നമ്മുടെ ഈ തുരുത്തിൽ ഞങ്ങളിപ്പോ കയറി വന്നപ്പോ ഒരു നടപ്പാത പോലും ഇല്ല. അപ്പൊ അത് ശരിക്കും കോർപ്പറേഷൻ നിങ്ങളെ തഴയുന്നതാണ്. എന്തുകൊണ്ടാണ് ശരിക്കും ഇത് കോർപ്പറേഷന് തിരിഞ്ഞു നോക്കാത്താണോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് അപേക്ഷ കൊടുക്കാനായിട്ടാണോ? ഇവിടെ നിന്ന് എല്ലാവരും പല പല കാര്യങ്ങൾക്ക് സമരം ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങള് കോർപ്പറേഷന്റെ മുൻപിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആദിവാസികൾക്കുള്ള പരിഗണന പോലും ഈ തുരുത്തിനില്ല. കാരണം ഈ തുരുത്തിൽ ജീവിക്കുന്നത് മനുഷ്യനാണെന്ന് ഈ കോർപ്പറേഷനോ ഇവിടെ ജയിച്ചു വന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നില്ല. നമ്മ രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷെ ഇവിടെ കുറെ മനുഷ്യരുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു വാഹനമില്ലാത്ത ആൾക്കാരില്ല. ഇവിടെയുള്ളവർക്കും പലർക്കും വാഹനങ്ങളുണ്ട്. പക്ഷെ ആ വാഹനം ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ നടപ്പാത പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ സാറൊക്കെ നോക്ക്, ഇത് കണ്ട ഈ കുഞ്ഞു കുട്ടികൾ പോലും ഈ കൂർക്കക്കല്ലിൽ കൂടിയാണ് നടന്നു പോണത്. ഇത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാൻ വീണതാ. ഞാൻ വീണിട്ട് എൻ്റെ കൈ, ഞാൻ ബോട്ടിന് പോകാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ബോട്ടിന് വന്നാണ്. ആ ബോട്ട് അങ്ങോട്ട് പോയി. ഇനി അത് തിരിച്ചു വന്നെങ്കിൽ 10:30 ആകണം. ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഇവിടുത്തേത്. ഞങ്ങൾക്ക് യാത്രാ സൗകര്യമില്ല. ഈ ബോട്ട് ഇപ്പൊ അവിടം വരെയും ചെന്ന് അവിടെ ചെന്നത് ചിലപ്പോ അത് കേടായി പോയി, സ്റ്റക്കായി പോയെന്ന് വെച്ചോ, ഇനി ആ ബോട്ട് തിരിച്ചു വരൂല. അപ്പൊ ഇവിടെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചു വന്ന ചിലപ്പോ നമുക്കൊരു മരിപ്പായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളായിരിക്കും. നമുക്ക് തിരിച്ചൊരു വാഹനത്തിൽ കയറി പോകാനുള്ള അവസ്ഥയില്ല. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ തലകറങ്ങി വീഴുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ആ വിധത്തിലുള്ള ഇതാണ് ഈ തുരുത്തിന്റെ അവസ്ഥ. ഇത് കോർപ്പറേഷനിൽ പല പല ഘട്ടങ്ങളായിട്ടും ഈ ജിഡയുടെ ഓഫീസിലും പല പല രീതിയിലും പൈസ ഈ തുരുത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവർ ഈ പൈസ എന്ത് ചെയ്തെന്ന് ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രീയക്കാരാണോ ഇതിന്റെ പിന്നിൽ, മറ്റുള്ളവരാണോ എന്നറിയില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് യാത്രാ സൗകര്യവും ഈ നടപ്പാത. ഇന്ന് ഇതേപോലത്തെ നടപ്പാത ആദിവാസികളായ ആൾക്കാർക്ക് പോലും ഇല്ല. അത്രയും അവശതയായിട്ട് ഈ താന്തോണത്തുരുത്തിനെ പരിഗണിക്കണില്ല ഈ രാഷ്ട്രീയക്കാരും അതെ, ഈ കോർപ്പറേഷനും അതെ, മറ്റ് ഉന്നത തലങ്ങളിലിരിക്കുന്ന എല്ലാവരും. ഈ താന്തോണത്തുരുത്തിനെ എന്തുകൊണ്ടിട്ട് ഇങ്ങനെ? ശരിക്കും പറഞ്ഞാൽ താന്തോണത്തുരുത്ത് നമ്മുടെ കൊച്ചിയുടെ ഒരു ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈക്കോടതിന് തൊട്ട് ചേർന്നാണ് നമ്മുടെ താന്തോണത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ഈ തുരുത്ത് നിവാസികൾക്ക് വളരെ അവഗണനയാണ് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നിട്ട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ തരാറുണ്ട്. പിന്നെ എന്തിനു പറയണു, മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട്. അത് ഐബിയുടനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു ആംബുലൻസ്, ശവം കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് വരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, തന്നിട്ടുമില്ല. എന്തോരം ആനുകൂല്യങ്ങൾ പല പല സ്ഥലത്ത് കൊടുക്കുന്നു. പക്ഷെ ഇവിടെയുള്ള ഈ താന്തോണത്തുരുത്തിലുള്ള ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരാറില്ല.
അല്ല ആംബുലൻസ് വന്നാലും ഇപ്പൊ ഇവിടുന്ന് പോകാനായിട്ട് പാലം വേണമല്ലോ. അപ്പൊ പാലം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പാലം വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്താണ് ജിഡയുടെ ഓഫീസ്. ആ ജിഡയുടെ ഓഫീസ് ഇരിക്കുന്ന ആ സൈഡിൽ കൂടിയാണ് പാലം വരാനായിട്ട് പലപ്പോഴും ഇതാക്കിയ. പിന്നെ അത് കൂടാണ്ട് ഈ ഗോശ്രീ പാലം വന്നപ്പോ ഇവിടെയും കൂടി പിന്നെ പാലത്തിനുള്ള ഇത് വന്ന് അപ്പോഴാണ് പറയുന്നത്, പിന്നെ അന്നത്തെ ഭരണസമിതി പറയണത് ഇവിടെ കോൺഗ്രസിന്റെ മുരളി എന്ന് പറഞ്ഞ ആ പിന്നെ കരുണാകരന്റെ മകൻ ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്ത് പോകണ്ടെന്ന് പറഞ്ഞ് ആ കാലഘട്ടങ്ങളിൽ അത് മാറ്റിയിട്ട് പിന്നെ പാലം നേരെ അങ്ങോട്ട് പോയി. ഇവിടെയും കൂടി അന്ന് പിന്നെ സർവേക്ക് എടുത്ത് പോയതാ. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇപ്പൊ മെട്രോ ബോട്ട് യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് കിടന്ന് മെട്രോ ബോട്ട് ഓടണുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മെട്രോ ബോട്ടും വരുമെന്ന് പറയുന്നുണ്ട്, എല്ലാം വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രാബല്യത്തിലൊന്നും വരുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അസുഖബാധിതമായിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെറിയ തോണികളുണ്ടല്ലോ. ഇത് പിന്നെ ഇപ്പൊ നമ്മുടേതല്ല ഇത്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ല. അപ്പൊ നമ്മൾ ഈ അയൽവക്കത്തുകാരോട് പറയും ഇങ്ങനെ അസുഖമാണ്, നിങ്ങളൊന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഇവര് കൊണ്ടുപോയിട്ട് ആ ജെട്ടി അവിടെ ആക്കി തരും. അവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷക്ക് പോണം. അല്ലാണ്ട് അതുപോലെ തന്നെ എല്ലാം പോട്ടെ, നമുക്ക് ഗ്യാസ് എടുത്തോണ്ട് വന്നോ. ഞങ്ങള് പെണ്ണുങ്ങള് ജീവിക്കുന്ന ഒരുപാട് കുടുംബമുണ്ട് ഇവിടെ. എല്ലാ വീടുകളിലും ഗ്യാസ് കൊണ്ട് നമ്മൾ 50 രൂപ 100 രൂപ മുടക്കിയാൽ നമ്മുടെ വീട്ടിൽ വരും. ഇത് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ബോട്ട് കയറി അവിടെ കൊണ്ടുവന്നിട്ട് ബോട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ നിന്ന് ഞങ്ങൾ ഉരുട്ടിക്കൊണ്ടുപോയി വിടും. എന്നാലും ഇവിടെ ശരിക്കുള്ള വഴിയല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു 5 കിലോന് അരി മേടിച്ചോണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റണില്ല. 5 കിലോന് അരി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ വേണ്ട ഒരാഴ്ചത്തുള്ള ഇതാ. ഒരു 5 കിലോന് അരി എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതി വന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ചുമന്ന് ജെട്ടിയിൽ കൊണ്ടുവന്ന് ജെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറ്റി ബോട്ടിൽ നിന്ന് ഇവിടെ ജെട്ടിയിൽ ഇറക്കി ഈ 5 കിലോന് അരി ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മൾ ശരിക്കും അവശതയായി. മനസ്സിലായ? ഒരു തരത്തിലും ഞാൻ പറയണാണ് ഇപ്പൊ ആദിവാസികളായി ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ആദിവാസികളുടെ പരിഗണന പോലെ താന്തോണത്തിന് ആരും കൊടുക്കുന്നില്ല, ഒരു സർക്കാരും കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ മാറി വരുമ്പോ ഇപ്പൊ എത്രയോ കാലങ്ങളായി ഈ നടപ്പാതെ. ഇപ്പൊ ഏറ്റം കയറുമ്പോ ഉണ്ടല്ല ഇവിടെ മുഴുവനും വെള്ളമായിരിക്കും. ഈ വെള്ളത്തിൽ കൂടി വേണം നമ്മളിങ്ങനെ, ആ വെള്ളത്തിൽ ചിലപ്പോ പാമ്പുണ്ടാവും, അറിയൂല. രാത്രി കാലങ്ങൾ വരുമ്പോ അങ്ങോട്ടൊക്കെ പോയാൽ വെട്ടമില്ല. ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ ഇരുട്ടത്താ പോണം. ഇരുട്ടത്തെന്ന് പറയാം ഇപ്പൊ നമ്മളുടെ മൊബൈൽ ഉള്ളത് കൊണ്ട് ടോർച്ച് തെളിച്ചമ്മ പോകും. പക്ഷെ ഇവിടത്തെ കാര്യം എന്ന് പറയാം ഇവിടത്തേക്ക് ഒരുപാട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൈസക്ക് എന്ത് ചെയ്തു? ഈ പൈസക്ക് എന്ത് ചെയ്ത്? സർക്കാർ എന്ത് ചെയ്ത്? അല്ല കോർപ്പറേഷൻ എന്ത് ചെയ്ത്? ഈ താന്തോണത്തുരത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ കോടികൾ വെച്ചിട്ടുണ്ടല്ലോ. ജിഡയിൽ പറയേണ്ട ഔട്ടർ ഫണ്ട് കെട്ടാനായിട്ട് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കോടികൾ എന്തുകൊണ്ട് ചെലവഴിക്കണില്ല ഇവര്? താന്തോണത്തുരത്തിന്റെ വികസനത്തിന് വേണ്ടി. ഇത് കുറച്ചു നാളും കൂടി കഴിഞ്ഞാൽ താന്തോണത്തുരത്ത് മുങ്ങി. ഞങ്ങൾ പ്രളയമൊക്കെ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ വീടിലൊക്കെ ഇത്രയും ഭാഗം വെള്ളമായിരുന്നു. ഇനി ചിലപ്പോ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഇത് മുങ്ങിപ്പോണത്. ചിലപ്പോ ഇനി ഇതേപോലെയുള്ള പ്രളയം വരുമ്പോ ഈ താന്തോണത്തുരത്ത് ഉണ്ടാകാൻ പോണില്ല. ഈ ഔട്ടർ ഫണ്ട് കെട്ടാനായിട്ട് പല പ്രാവശ്യവും വന്നു. എന്തുകൊണ്ട് അത് മുടക്കി വെക്കണം? അതേപോലെ തന്നെ ഇവിടെ വൻകിട മുതലാളിമാര് കുറെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. പക്ഷെ വൻകിട മുതലാളിമാര് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. പാവങ്ങൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ വഴിയും ഈ വീടുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മള് ഈ എറണാകുളത്തിന്റെ ഒരു സെന്റർ ഭാഗമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ ഈ കാണുന്ന വീടുകൾ? നിങ്ങൾക്ക് ഇവിടെ നോക്കി അപ്പുറത്തേക്ക് കാണാം, കേരള ഹൈക്കോർട്ടൊക്കെ കാണാം. ഐ ലവ് യു കൊച്ചി കണ്ടില്ലേ? എല്ലാം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കാണാം. എറണാകുളത്തിന്റെ മറൈൻ ഡ്രൈവ്, ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ മറൈൻ ഡ്രൈവ് സ്ഥിതിയാണ്. എല്ലാം നമുക്ക് ഇതിന്റെ വളരെ വ്യക്തമായിട്ട് കാണാം ഷീറ്റ് ഇട്ട വീടുകൾ. അപ്പൊ അത്രക്ക് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, ആ വീട്ടിലേക്കുള്ള ഒരു വഴി കാണിച്ചു തരാം. അതെ, ബ്ലോക്ക് ഇട്ട് നിരത്തി വെച്ചുള്ള ഒരു വഴി. എനിക്ക് തോന്നുന്നു വെള്ളം കയറുമ്പോ ഇത് മുങ്ങിപ്പോയി. അവരവിടെ ഇല്ല സാറേ, അവര് പിന്നെ ഇതേപോലെ വെള്ളം പൊങ്ങി അവശതയായിട്ട് വാടകയ്ക്ക് ഇപ്പൊ താമസിക്കണേന്ന്. എന്താന്ന് വെച്ചാ ഒന്നാമത്തെ വഴിയില്ല, പിന്നെ കാട്. ഇവിടത്തെ ഇപ്പൊ കാട് പെട്ടെന്ന് വെട്ടിയതാ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ആൾക്കാര്. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ പാമ്പൊക്കെ കയറി അതിനകത്തിരിക്കും. അങ്ങനെ അവര് പേടിച്ചിട്ട് ചിറ്റൂര് പോയി ഇപ്പൊ വാടകക്ക് താമസിക്കണേന്ന്. ഇവിടെ ഡെവലപ്പ് വരുമ്പോ എല്ലാവരും തിരിച്ചു വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ ജനങ്ങളും വിറ്റ് പോയിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ശരിക്കും ഇതൊരു ഭൂമാഫിയയുടെ ഒരു ഇടപെടലുണ്ട്. അതുണ്ട്.
ആ മാഫിയയുടെ ഒരു ഇടപെടലുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളും നിസ്സാര വിലക്ക് എടുത്തിട്ട് അവർക്ക് ഇത് കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇതിൽ കൂടുതലും ഡെവലപ്പ് വരാത്തത്. അപ്പൊ അവരുടെ കൂടെ രാഷ്ട്രീയക്കാരും അണിചേരുന്നുണ്ട്. ശരിക്കും അതാണ് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഒരു സ്ഥലം പോലും ഒരു ഡെവലപ്പ് ഇല്ലാതെ ഇവിടുന്ന് ആളുകൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പൊ ഈ നിസ്സാര വിലക്കാണ് ഓരോരുത്തരും മേടിച്ചിടുന്നതും. ഇവിടെ ഇനി അവർക്ക് മൊത്തത്തിൽ കിട്ടിയാൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കാനുള്ള ഒരു പണിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രക്ക് ഇവിടെ ഒരു ചെറിയൊരു വികസനം പോലും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മളൊരു പാർട്ടിയെയും ഇതായി പറഞ്ഞില്ല. പക്ഷെ മാറി മാറി വരുന്ന എല്ലാ പാർട്ടികളും നമ്മുടെ താന്തോന്നിത്തുരുത്തുകാരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ഒരു കണ്ടില്ലേ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നിറച്ച് കാടും ഒരു വഴി പോലും ഇല്ല. ആ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. ഒരു അസുഖം വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എറണാകുളത്തിന്റെ ഏറ്റവും ആകാശം മുട്ട നിൽക്കുന്ന ഫ്ലാറ്റുകൾ നമുക്ക് കാണാം. ആ ഫ്ലാറ്റുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ താന്തോന്നിത്തുരുത്തിന്റെ ഒരവസ്ഥ നമുക്ക് കാണാം. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ചേരികളെ പറ്റി പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും ഡെവലപ്പായിട്ടുള്ള നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കാണുന്ന ഫ്ലാറ്റുകളിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ താന്തോന്നിത്തുരുത്ത് കാണുന്ന അവസ്ഥ ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചേട്ടനിപ്പുണ്ട്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് പോയി കാര്യം എന്റെ അമ്മേ മര്യാദക്ക് നോക്കിയെടുത്തില്ലെങ്കിൽ ഇവിടെ നിലത്ത് വീഴും. അപ്പൊ ചേട്ടന്റെ പേര്? എന്റെ പേര് അംബാസ് എന്നാണ്. അംബാസ്. ഞാൻ ഇവിടുത്തെ താന്തോന്നിത്തുരുത്ത് റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഇനി ഇതിവിടെ ഒരു പുരോഗമനം നടക്കണ്ട. കാര്യം വെറുതെയാണത്. കള്ളന്മാരാണ് രാഷ്ട്രീയക്കാരെല്ലാരും, കള്ളന്മാരാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ഞങ്ങളിപ്പോ ഈ കുഴിയിലും കുണ്ടിലും ചെള്ളയിലും നിറഞ്ഞ ഞങ്ങളുടെ പിള്ളേരൊക്കെ ആകെ നശിഞ്ഞ് വെണ്ണീറായത് നിങ്ങൾക്ക് നടക്കാൻ. ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വീണില്ലേ, ഇത് തന്നെ. ഇത് ഞങ്ങൾ ഇപ്പൊ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പൊ സാധാരണ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രതീക്ഷയില്ല. ഇല്ല. ഇനി ദൈവം ഇറങ്ങി വന്ന ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ വരില്ലേ, അതുപോലെ വന്ന രക്ഷപ്പെട്ട ഞങ്ങൾക്ക് കിട്ടും. ആ ഒരു രക്ഷപ്പെട്ട അയാളൊക്കെ മനുഷ്യരാണത്, ബാക്കിയുള്ള ചെയ്ത്താന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് രാഷ്ട്രീയ പാർട്ടിയാണോ എതിരെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ, ആരാണ് ഇതിന് തടസ്സം? എല്ലാവരും, കോർപ്പറേഷൻ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും. ഒരു വിസിലടിച്ചാൽ ഇവിടെ നിന്ന് ഒരു വിസിലടിച്ചാൽ കോടതിയിലെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് കേൾക്കും. ആ അയാൾ കേൾക്കണ സ്ഥലത്തിരുന്നിട്ടാണ് ഞങ്ങളുടെ വർത്തമാനം പറയണത്. അപ്പൊ വർഷങ്ങളായിട്ട് ഇത് 300 മീറ്റർ തികയില്ല, 300 മീറ്റർ അകലം തികയില്ല, അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. ആ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഇന്ന് വരെ കോർപ്പറേഷന്റെ 74 ഡിവിഷന്റെ ഒരു ഭാഗമാണത്. എന്നിട്ട് ഒരു 24-25 കൊല്ലമായി ഈ റോഡ് 500 രൂപയുടെ ഇപ്പോഴത്തെ വില 500 രൂപയുടെ ഒരു ചാക്ക് സിമെന്റിന്റെ ഡെവലപ്മെന്റ്. അന്ന് 25 കൊല്ലം മുമ്പ് പണിഞ്ഞ ഈ റോഡിലേക്ക് 500 രൂപയുടെ ഒരു സിമെന്റിന്റെ ചാക്ക് പോലും സിമെന്റ് പോലും മേടിച്ച് ഇട്ടൊരു നിങ്ങൾ നടന്നോട്ടോ, നിങ്ങൾ ചിലപ്പോ കാലിമ കുത്തി കയറും, ആണിയായി പോവും. അത്രക്ക് ദുരിതമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളുണ്ടല്ല ഇതിനെയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഈ മഞ്ഞിൽ ജീവിക്കുന്ന ഇതില്ലേ അതിനെ പോലെ ആയിപ്പോയി. കാര്യം ഞങ്ങൾ ഇപ്പൊ ഇതിലാണ് പോയി കണ്ട കൊതു കണ്ടത്, കൊതു കൊണ്ടായി. ഞാനിപ്പോ ഇന്നലെ എന്താണ് നമ്മുടെ കൗൺസിലറെ വിളിച്ചു പറഞ്ഞു, 1-2 പ്രാവശ്യം ഒന്ന് ഫോഗ് ചെയ്യും, കുറച്ച് ഇത് അവിടെ പച്ചല വെട്ടിക്ക് ഇത്തിരി ബ്ലീച്ച് കൊണ്ടുവന്ന് അവിടെ ഇടിക്ക് എന്ന് വിളിച്ചു പറഞ്ഞ്. അത് ഞാൻ എല്ലാ ദിവസവും പറയും. ഇന്നലെ കൗൺസിലറെ വിളിച്ചു പറഞ്ഞാണ്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്, പെട്രോളിയം സഹമന്ത്രിയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനസികമായിട്ടൊരു സുഖമുണ്ട് അതിൽ. അങ്ങനെയൊക്കെയാണ് അത്. കാര്യം അയാൾ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ. ഇത് മനുഷ്യനും മനുഷ്യത്വമുള്ളവനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം മനുഷ്യനായിട്ട് ജീവിക്കണം. ഒന്നാമത്തെ കാര്യം, ഇവര് മനുഷ്യരല്ല, ഒരു ഒറ്റെണ്ണ മനുഷ്യരില്ല. ഒക്കെ സ്വന്തമായിട്ട് കാശുണ്ടാക്കണം. ഞങ്ങളെയും കൂടി വിറ്റ് എങ്ങനെ തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ അതും തിന്നും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. ഞങ്ങൾക്ക് അതുകൊണ്ട് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങൾ സുരേഷ് ഗോപിയുടെ ആൾക്കാരോ ഒരു കാര്യം ചെയ്താലേ. ഞാനിപ്പോ അതിലൊരു ആഗ്രഹമാണ്, പലയിടത്തും അയാൾ ചെയ്യണ നന്മകളുടെ ആ ഒരു മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് കൊതി പറഞ്ഞുണ്ട്. ഇവിടെ കുറെ ചെകുത്താന്മാരുണ്ട്. ഇവിടെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ഡെയിലി വന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും എല്ലാവരും വന്ന് ആലിംഗനം ചെയ്യും. മാർപ്പാപ്പനെക്കാട്ടിയും ഭയങ്കര കഷ്ടമായിരുന്നു ഇവിടെ. അത്ര അവസ്ഥയിലായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ വന്നത്. എന്റെ ഇവിടെ ഒരു 5-8 തള്ളമാരുണ്ട് പ്രായക്കാര്. അവരൊക്കെ ചത്തുപോയി. പ്രതീക്ഷിച്ച് മറ്റേ ഇത് ചെയ്തിട്ട് അവര് എല്ലാവരും മരിച്ചു. ഇനി ആകെ ഇവിടെ ഇത്തിരി പ്രായമുള്ളവര്, ആ ജനറേഷനിൽ ഒരു പ്രായമുള്ള ഒരു തള്ളത് ഇവിടെ ഉണ്ട്, വടക്കാരുണ്ട്. അവരത്ര ഇല്ലല്ല, അത്ര ആകെ ഇനി ഒരു വ്യക്തിയും കൂടി ഉള്ളു. ബാക്കി ആ തള്ളമാരൊക്കെ തീർന്ന്. ഇനി ഇത് ഇവരുടെയും ഞങ്ങളുടെയും ജനറേഷനാണ്. അതും കുറച്ച് കഴിയുമ്പോൾ മരിക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നിൽക്കുന്ന പിള്ളേരുടെ ഒക്കെ ജനറേഷൻ അവരും മരിക്കും. എന്നാലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. ശരിക്കും അപ്പൊ നമ്മള് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് ശ്രദ്ധിച്ച കാര്യമാണ് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്. നമ്മുടെ ഈ കുടിവെള്ളം ഇവിടെ എങ്ങനെ എത്തണം? കുടിവെള്ളം പാവം ആ OK മാധവി അമ്മ അവരും ഇതുപോലെ ഒരു മനുഷ്യത്വത്തിന്റെ അവർക്ക് ഇത്തിരി ഉണ്ടായിരുന്നുണ്ട്. പണ്ട് അവര് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ OK മാധവി അമ്മ വിചാരിച്ചപ്പോ ഇവിടെ കുടിവെള്ളം വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷവെള്ളമാണെങ്കിലും അത് എഞ്ചലി ചെള്ള കയറും, അതെല്ലാം കയറി ഞങ്ങൾ തിളപ്പിച്ചിട്ടാണെങ്കിലും കാര്യം ഇവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആണുങ്ങളും എല്ലാവരും വഞ്ചിക്ക് മുങ്ങി ഒക്കെ പോയി അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ മേടിച്ചിരുന്ന വെച്ചാൽ ആ വെള്ളം. ഇപ്പൊ അതുകൊണ്ട് ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യം. അത് ആ തള്ളപ്പാവം തലക്ക് മുകളിലിരിക്കണ ചത്ത് അവരൊക്കെ അവരെ പുണ്യം ചെയ്തവരാണ്. ദൈവമേ ഇവനൊക്കെ ഇടിവെട്ട് കൊല്ലണമെന്ന് സത്യം ഞാനൊരു പെണ്ണുങ്ങൾ പറഞ്ഞാലും കഷ്ടോടെ ഞാൻ പറയണത്. ഇടിവെട്ട് കൊണ്ടുപോകണവനൊക്കെ അത്രക്ക് വൃത്തികെട്ടവന്മാരും നീചന്മാരും. ഇവന്റെയൊക്കെ വീട്ടിൽ നേരം വെളുക്കുമ്പോ എണീക്കുമ്പോ അവന്റെയൊക്കെ മക്കളും അവന്റെ ഭാര്യ അവന്റെ കുടുംബക്കാരൊക്കെ എങ്ങനെ സന്തോഷിച്ച് ജീവിക്കണം അത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റേ. ഇവരാരുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്നല്ലേ പറയണത്. ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിലുള്ള ഡെവലപ്മെന്റ് കിട്ടുന്ന പൈസകൾ ഒന്ന് സാധാരണക്കാരന്റെ ഇടയിൽ കൊണ്ട് ചെലവാക്കാനല്ലേ പറയണത്. അതിനു വേണ്ടിയൊക്കെ ഇവനൊക്കെ കക്കുകയും ചെയ്യുന്നുണ്ട്, കോടികൾ മുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ട് പോലും അത് മേടിച്ചൊന്ന് കൊടുത്ത് ഇവിടെ ആ ഒരു കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ അവർക്ക് പറ്റണില്ല. അപ്പൊ അവരെന്ന് പറയണത് അവരുടെ പോക്കറ്റ്. പക്ഷെ ഇവനൊക്കെ ഈ സാധാരണ ആൾക്കാർ ഇത് ഇങ്ങനെ പിടിച്ചാൽ മരിക്കുള്ളൂ, ഇവനൊക്കെ ഇറങ്ങി പിടിച്ചാൽ മരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വരാറുണ്ട്. ഇപ്പൊ അവരും വരാറില്ല. അവർക്ക് മനസ്സിലായത് ഇപ്പൊ അടികൊള്ളവര് ഇപ്പൊ വന്നില്ല. അവർക്ക് മനസ്സിലായത് അവരോട് കാശ് മേടിക്കും. പിന്നെ കുറച്ച് കാര്യം കേട്ടാ, ഇവിടത്തെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ചെയ്യൂല, എന്നാൽ ഞങ്ങൾക്ക് ഇടണത് മേടിച്ചോടെന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ അവരില്ല. അതെ, അത് തന്നെ അത്രയും രീതിയിലാണ് കാര്യം. ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ലാത്ത ജന്മങ്ങളായിട്ടാണ് ഇപ്പൊ ഈ ആൾക്കാർ ജീവിക്കുന്നത്. വല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ പോലെ. എന്താണ് ഈ ഗോശ്രീയുടെ വികസനത്തിന് ഒരുപാട് കോടികൾക്ക് വേണ്ടി 25 ഹെക്ടർ സ്ഥലം ഈ താന്തോണിത്തുരുത്തിന്റെ ഇവരുടെ തന്നെ ഈ താന്തോണിത്തുരുത്തിലുള്ള ജനങ്ങളുടെ തൊഴിൽ മേഖലയായ സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം. ഇപ്പൊ ആ രമ്യകർമ്മങ്ങളൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശം 25 ഹെക്ടറോളം ഇവിടെ ഡ്രഡ്ജ് ചെയ്തെടുത്ത് അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ചുറ്റുപാടുമുള്ള പല കരകൾക്കും അത് ചെലവാക്കി. ഇതില് ഒരു പ്രഹസനമെന്നോണം ഒരു 6 കോടി ചെലവാക്കിയെന്നും പറഞ്ഞു ഒരു മുൻ MP ഇങ്ങനെ ഒരു പ്രഹസനവും വെച്ച് ഒരു കൊടിയും വെച്ച് അയാളുടെ ഫ്ലക്സും ഇവിടെ ആൾക്കാരൊക്കെ വെച്ച് ഇങ്ങനെ നടത്തി. ഇന്ന് 10 കൊല്ലമായി ഒരു എന്തുമില്ല. ആ 6 കോടി എവിടെ പോയെന്ന് ഇനിയിപ്പോ അയാൾ എടുത്തിട്ടുണ്ടെന്നും അതും അറിയാൻ പാടില്ല. പിന്നെ ജിഡയിൽ കിടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും 10 കോടി ആ സ്ഥലം അതിനുവേണ്ടി ഡ്രഡ്ജ് ചെയ്തതിന്റെ പേരിൽ ഈ കരയിൽ ഒരു 10, 15, 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വെള്ളമൊന്നും നിൽക്കില്ല, നല്ല കരയായിരുന്നു. അവിടെ ആ ഡ്രഡ്ജ് ചെയ്ത് അവിടെ പൊങ്ങിക്കഴിഞ്ഞപ്പോ ഈ സ്ഥലം ഇടിഞ്ഞ് ഇപ്പൊ ഇവിടെ വെറുതെ ഇപ്പൊ നിങ്ങൾ ഇത്തിരി ഒരു 2 മണിക്കൂറോളം 2 മണി വരെ നിൽക്കണമെങ്കിൽ ഇപ്പൊ വെള്ളത്തിലായി പോകും. ഇത് മുങ്ങിപ്പോ ആ വെള്ളം കയറിയേക്കണത് ഇപ്പൊ മുങ്ങും. ഇപ്പൊ വേലിയേറ്റാൻ വരാൻ നേരത്തെ 2 മണിയാകുമ്പോ ഇത് മുങ്ങും. ആ വെള്ളം ഇറങ്ങി പോകുമ്പോ ഞങ്ങൾ ഇത് പൊങ്ങും. ഇങ്ങനത്തെ അവസ്ഥ. അല്ലാണ്ട് ഒരു ഇതുമില്ലേ. വാസം പറഞ്ഞ വെറുത്താണ് ഞാൻ സംസാരിക്കണത്. കാര്യം നമ്മൾ ചെയ്യാവുന്നതിന്റെ ഒരുപാട് ആപ്ലിക്കേഷനും അതും ഇതൊക്കെ എല്ലാ സർക്കാരുകൾക്കും കൊടുത്ത്, പക്ഷെ സർക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം ആർക്കാണെങ്കിലും. അതില്ലാത്തവര് ഇത് പറഞ്ഞിട്ടും കാര്യമില്ലേ. അപ്പൊ ഞങ്ങൾ ഇനി പ്രതീക്ഷിച്ചാലല്ലേ കാര്യമുള്ളൂ. എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഞാനിപ്പോ എന്റെ ആൾക്കാരോടൊക്കെ പറയും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടാ, നിങ്ങൾ പ്രതീക്ഷിച്ചോ, അവർക്ക് ഉണ്ടായിക്കോട്ടെ, എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ ഒരു പ്രതീക്ഷ വെക്കുമ്പോഴാണല്ലേ നമുക്ക് ആഗ്രഹങ്ങളാണല്ലേ നമ്മളെ ജീവിപ്പിക്കണത്. പക്ഷെ ഇത് നമ്മ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ അന്നും പ്രതീക്ഷിച്ചല്ല. ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാ പറയും നിങ്ങൾ അന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അവര് ഇത് കേട്ടിട്ട് നമുക്ക് ഭ്രാന്തായി. അപ്പൊ അതിലും നല്ലത് അവർക്ക് പ്രതീക്ഷയില്ല കേട്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്സഹായാവസ്ഥ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കരയിൽ നിന്ന് നടന്ന് ഇനിയിപ്പോ അക്കരക്കാണെങ്കിൽ ആ ഒരു ബോട്ട് വരും, അത് വന്നില്ല. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഇറക്കി തരാൻ പറഞ്ഞാൽ അക്കരക്ക് പോകും നമ്മുടെ കാര്യത്തിൽ. ഇപ്പൊ ആ രീതിയിൽ ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റിയ നിസ്സാര കാര്യങ്ങളുള്ളൂ. ഈ ഔട്ടർ ബണ്ട് കിടങ്ങാൻ 10-15 കോടി രൂപ, എത്ര കോടി രൂപ ഇത്ര ഉണ്ടാക്കിയ സ്ഥലമാണിത്. അത് അവര് തന്നെ ചെയ്തിട്ട് ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഈ കരക്ക് ഒരു ചെറിയ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ഔട്ടർ ബണ്ട് കെട്ടി ഈ കരനെ ഒന്ന് പൊക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ശക്തിപ്പെടുത്താമായിരുന്നു. അത് ചെയ്തില്ല.
ഇവര് ഒരു 10-75 കൊല്ലങ്ങളായി ഇവിടെ ഒരു 43 ഏക്കറുള്ള ഒരു പ്രദീപ് സാർ എന്നും പറഞ്ഞ അയാളോട് റെജ് ചെയ്ത് അവര് ഇവിടെ ഒരു പാലം ഇട്ട് തരാന്നൊക്കെ പറഞ്ഞ് വന്നാണ്. അയാളെയും ഇവിടുന്ന് പാർട്ടിക്കാരൊക്കെ അവിടെ നിന്നും കാശ് മേടിച്ച് ഇവിടെ നിന്നും കാശ് വെച്ചേക്കും അയാളെ ഓടിച്ച്. ഒരാൾ ചെയ്യാൻ വന്നവരെ അതും ചെയ്യിപ്പിക്കില്ല. ഒക്കെ രാഷ്ട്രീയക്കാരുടെ ഭയങ്കര കുതന്ത്രങ്ങളാണ്. എന്നുവെച്ചാൽ ഒരാളുടെ അവിടെ ഇവരെന്തെങ്കിലും ആദ്യം ഇവർക്ക് എല്ലാം അറിയാൻ പറ്റും. എന്നിട്ട് അവരിങ്ങോട്ട് വരും. അവർ വന്നു കഴിയുമ്പോൾ കുറെ കാശ് ഇവരോട് മേടിച്ച് അവർക്ക് പ്രാന്താവും. അങ്ങനെ അവരിട്ടിടും പോകും. അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണ്. ആ ഒരു ദുരിതമാണ് ഈ കരട ശാപം. പിന്നെ ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നുമല്ല, ഈ പാവപ്പെട്ട ജനങ്ങളുടെ തലവിധിയും കൂടി ആയിരിക്കും. ഞങ്ങിപ്പോ അതാണ് ആഗ്രഹിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനറേഷൻ തീർന്നു. ഇനി ഒരു തള്ളയും കൂടി പോകാൻ പറയാം, ഒരു തള്ളയും കൂടി. അപ്പൊ അവര് പോയാൽ ആ എഞ്ചിൽ അവര് പറയണ 75 കൊല്ലമായ പെണ്ണാണ്. എങ്ങാടൊന്നും പെണ്ണ് അവരെ ആ പ്രായത്തിൽ കെട്ടിക്കൊണ്ട് വന്നവരാണ്. അപ്പൊ ആ റേഞ്ചുകാർ തീർന്നു. ഇനി അടുത്ത റേഞ്ചുകാരാണ് ഈ റേഞ്ചുകാർ. അത് ഞങ്ങള് പിന്നെ ഇവര് ഇതൊക്കെ മരിച്ചു പോകും എന്നാലും. പക്ഷെ ഈ വീടുകളൊക്കെ ഇപ്പൊ ഇവിടെ സാധാരണക്കാരെന്ന് പറയുന്നത് 5 സെന്റ് സ്ഥലം, 3 സെന്റ് സ്ഥലം, 2 സെന്റ് സ്ഥലം അങ്ങനെയുള്ളവരാണ്. ഇവിടുന്ന് ആളുകൾ വിറ്റ് പോകണ്ട പോണേ. ഇപ്പൊ ഇവിടെ നിന്ന് കുറെ ആൾക്കാർ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഇവിടെയൊക്കെ വിദ്യാഭ്യാസം കുറവാണ്. ഇവിടെ ഇപ്പോഴാണ് നമ്മുടെ പിള്ളേരെ എന്നുവെച്ചാൽ അവർ എന്ത് ത്യാഗം സഹിച്ചും പിള്ളേരെയൊക്കെ വഞ്ചിക്കാണെങ്കിലും കഷ്ടപ്പെട്ടും അപ്പുറത്ത് വാടക താമസിപ്പിച്ച് പിള്ളേരെ പഠിപ്പിക്കണേ. ഇവിടെ നിന്ന് അവർക്ക് സമയത്ത് പോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ല. കാര്യം ഇവര് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ പോയിട്ട് യാത്രക്കാരെ അല്ല, പിന്നെ മഴ വന്നി അങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവും കൊച്ചുങ്ങളുമായിട്ട് അടുത്ത കരയിലേക്ക് പോണേ. അവിടെ പോയി വാടക താമസിക്കുന്നു. അവിടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരും. അങ്ങനത്തെ ഗതികേടാണ്. ഒരു സൗകര്യവുമില്ല. അപ്പൊ ഇതെങ്ങനെ ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണ്ടേ? വല്ലവന്റെ ഇറക്കോട്ടി പോയി കിടന്ന എത്ര ദിവസം കിടക്കും? അന്ന് വെച്ച് കിടന്നു പോണേ. അത്രയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും ഇത് കാണണമെങ്കിൽ എല്ലാ ചാനലിലിട്ട് കൊടുക്കണം. വെറും കള്ളന്മാരാണ്ട ഈ രാഷ്ട്രീയക്കാർ, കംപ്ലീറ്റ് കള്ളന്മാരാണ്. ഇവനൊക്കെ ഒന്നും വിശ്വസിക്കാനൊന്നും കൊള്ളൂല. ഒരു സ്നേഹമില്ലാത്തവരാണത്. പക്ഷേ ഒരു കാലത്ത് ഞാൻ ഇപ്പോഴും പറയണേ, ദൈവം ഇറങ്ങി വന്നാൽ ഇവനെയൊക്കെ ഇരുട്ടടി കൊള്ളിക്കും. എല്ലാത്തിനും ഇരുട്ടടി അടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത്രക്ക് നീചനും ദുഷ്ടനും പിന്നെ ഒരു മനുഷ്യ സ്നേഹവും ഇല്ലാത്ത വൃത്തിയായിട്ട് ജന്മങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ. അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് ഇത്രയും പറയണത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ നല്ല കാര്യം കേട്ടപ്പോ സുരേഷ് ഗോപി, ഞാനതാണ് വീണ്ടും എടുത്ത് പറയണത്. അയാൾ അവിടെ ചെയ്തിട്ട് 3-4 കൊല്ലം അവിടെ പ്രവർത്തിച്ച് അതും ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്നിട്ടും അയാളെ കൊണ്ട് പണിയിപ്പിക്കാണ്ടിരിക്കാൻ കളിക്കുന്ന കളി കണ്ട അവരുടെ ഈ രണ്ട് പാർട്ടിക്കാരുടെയും കളി കണ്ട. ആക്ച്വലി വേറെ ഒന്നുമില്ല, ഇവർക്ക് നിൽക്കണം. ഇനിയിപ്പോ അയാൾ വന്നേക്കണോണ്ട് അയാളുടെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അയാൾ മുന്നോട്ട് പോണേ. ഈ കള്ളന്മാരി അയാൾ പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര, പക്ഷെ എന്ത് പ്രശ്നമാണെങ്കിലും അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അയാൾ നല്ല രീതിയിൽ ചെയ്യും എന്ന് ഭയങ്കര. ഇനി നമുക്ക് ചെയ്തില്ലെങ്കിലും അയാൾ അവിടെയെങ്കിലും ചെയ്യട്ടെ. കാര്യം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ ഞങ്ങളുടെയൊക്കെ സങ്കടം കണ്ട് അയാൾ ചിലപ്പോൾ ഒന്ന് വരാൻ ഇവിടെയൊക്കെ സാധിച്ചാൽ ഈ കരയൊക്കെ സ്വർഗമാവും. അയാളുടെയൊക്കെ കാലുകുത്തിയ സ്വർഗവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ കോടികൾ. ഇപ്പൊ 730 കോടിയോളമാണ് തൃശ്ശൂർ. ആരും അറിയാതെ ഇപ്പോഴാണ് മീഡിയ 1 18 കേരളം 80 ഒക്കെ ഇപ്പൊ കൊടുത്തേക്കണത്. 731 കോടിയാണ് അയാള് ഈ കഴിഞ്ഞ ഈ ഇലക്ഷന് മുമ്പ് പോലും അത് പറഞ്ഞില്ല. അവര് 730 കോടി അവിടെ ചെലവാക്കിയ കാര്യം ഈ മിനിയാവുന്ന 2 ആഴ്ചകള് അയാൾ മന്ത്രിയായി കഴിഞ്ഞപ്പോ എന്താണെന്നറിയാമോ? പിന്നെ ആ റിപ്പോർട്ടറിന്റെ ചാനലുകാരൻ പറഞ്ഞേട്ടാ, അവനെ കേന്ദ്രത്തിൽ നിന്ന് പോലും തള്ളി അവനെ ചാകാനായിട്ട് നിവർത്തിയില്ലാണ്ട് അവനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ കേന്ദ്രമന്ത്രി വന്നതൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിച്ച് അവനെ വെല്ലൂരി ഹോസ്പിറ്റലിലാക്കി. ആ കഥയൊക്കെ അവൻ ഇപ്പഴാ പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞെങ്കിൽ അയാൾ ലക്ഷക്കണക്കിന് വോട്ടിന് അയാൾ ലീഡ് ചെയ്ത് തന്നെ. അപ്പൊ അത് പറഞ്ഞത് താമസിച്ചാണ്. എന്താ അറിയാമോ? കണ്ട ഒരു നല്ല കാര്യം പുറപ്പെടുവിക്കുന്നില്ല അവര്. എന്നിട്ട് അവൻ ഭയങ്കര സ്നേഹിതനാണെന്ന് ഇപ്പൊ റിപ്പോർട്ടറിന്റെ അവന്റെ പേര് എനിക്കൊക്കെ ഓർക്കാൻ തന്നെ നമുക്ക് നാണമാണ്. അതുകൊണ്ട് അവൻ ഇപ്പൊ ഇന്ന് ഭയങ്കര എന്തായിട്ട് പറഞ്ഞു, സുരേഷ് ഗോപി നല്ല മനുഷ്യൻ, എന്റെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ അവൻ പറഞ്ഞേക്കണം. അപ്പൊ പറഞ്ഞു പിടിച്ചു വന്നപ്പോഴാണ് അവന് പിന്നെ എക്കിള് വന്ന് പോയി പണ്ടാറടങ്ങിയിട്ട് അവനെ വെല്ലൂര് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞപ്പോ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങണില്ല. ഫ്ലൈറ്റിന് പോകാനായിട്ട് നിവൃത്തിയില്ല. അവൻ എങ്ങനെയെങ്കിലും എത്തിക്കുന്നുണ്ട്. ലാസ്റ്റ് സുരേഷ് ഗോപിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഫ്ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങാൻ നിവർത്തിയില്ല. കേന്ദ്രമന്ത്രി വന്നു, അതുകൊണ്ട് ഇത് മാറ്റാൻ പറഞ്ഞു. അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപിനെ വിളിച്ചപ്പോ കേന്ദ്രമന്ത്രിനെ മാറ്റിച്ചിട്ട് ഇവന്റെ ഹെലികോപ്റ്റർ അവിടെ ഇറക്കി അവനെ ഹോസ്പിറ്റലിലാക്കി അവനെ രക്ഷിച്ചു. അവൻ ഇപ്പൊ പറഞ്ഞേക്കണ ഈ കഥ. അവൻ ആരായിരിക്കണം? ഇതാണ് ഇവിടുത്തെ ജനം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ അയാളുടെയൊക്കെ ഒരു കാല് ഇവിടെ കുത്തിയാൽ ചിലപ്പോ സ്വർഗമാകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ
രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിനെ പോലുള്ള നല്ല മനസ്സുള്ള ഒരു ദ്വീപിൽ വന്നിട്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇത് കണ്ട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അത്രക്ക് ദുരിതപൂർണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചേട്ടൻ്റെയൊക്കെ മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ് ഇപ്പൊ വന്നത്. വർഷങ്ങളായിട്ടുള്ള വിഷമവും ദേഷ്യവും എല്ലാമാണ് ഞങ്ങളോട് ഇപ്പൊ ഈ പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു നല്ല വ്യക്തി ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തന്നെ ഇവിടെ ഉച്ചയാകുമ്പോഴേക്കും വെള്ളം കയറും. അപ്പൊ ആ വെള്ളം വീടിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ ഡോറിൽ വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. സാധാരണ നമ്മുടെ അവിടെയൊക്കെ കുട്ടികള് പുറത്തേക്ക് പോകാതിരിക്കാണ്ടിരിക്കാണ് വെക്കണം. പക്ഷെ ഇവിടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാതിലില് ഒരു പ്ലൈവുഡ് ഫൈബർ ചെയ്തിട്ട് വെള്ളം കയറാതിരിക്കാൻ ഒരു ഹോള് പോലും ഇല്ലാതെ അകത്തേക്ക് വെച്ചിരിക്കുന്നത്. ഈ അഴുക്ക് വെള്ളമൊക്കെ ചവിട്ടൂല, നിങ്ങൾ ചവിട്ടൂലത് അത്രക്ക് അറപ്പ് മണം കേട്ട. ഈ മണത്തിന്റെ ഉള്ളിലാണ് ഈ ജനം താമസിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. മണം കേട്ട ഇത്തരം ദുരിതത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അത്രക്ക് കഷ്ടം. ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിന്റെ ഡോറിൽ പോലും നമ്മുടെ നേരത്തെ പറഞ്ഞ ഫൈബർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. വളരെ നമുക്കൊക്കെ ഒരു വിഷമം വരുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമ്മളെല്ലാവരും വീട്ടില് ബാത്റൂം സൗകര്യം മര്യാദക്ക് ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ അത്രക്ക് കഷ്ടതയാണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി സാറിനെ ഒന്ന് കാണിച്ചാൽ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ടാ. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം, അത് അയാള് ദൈവത്തിന്റെ ഒരു ജന്മമാണ് അയാള്. അദ്ദേഹത്തിന് ഇതൊരു എന്തെങ്കിലും കാണിച്ച് ഈ കരയുടെ അഡ്രസ് ഒന്ന് കൊടുത്ത് അങ്ങേരുടെ ഒന്ന് വന്ന് അങ്ങേരുടെ പാദസ്പർശം ഏറ്റാ മതി. ശരിക്കും പറഞ്ഞ ഇവിടെ ദുഷ്ടന്മാരായ കുറെ കാക്കാലന്മാര് വന്ന് ഇവിടെ പാദസ്പർശനം വെച്ച് ഇത് നശിപ്പിച്ചിട്ടുള്ളൂ. അങ്ങേരുടെ ആ പുണ്യമായ പാദം ഒന്ന് ഇവിടെ പതിയാനായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഞാൻ എന്റെ ആത്മാർത്ഥതയോട് പറഞ്ഞ എന്റെ സഹോദരങ്ങള്, എന്റെ മക്കളുടെ പ്രായമുള്ള ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് പുണ്യം കിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. എനിക്കത് മാത്രമേ തീർച്ചയായിട്ടും ഇത് സുരേഷ് ഗോപി കാണട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാല് അത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടുത്തെ ഒരു ഏകദേശം ഒരു 60 കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട്, 63 കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് നമ്മുടെ സുരേഷ് ഗോപി സാറ് കാണട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെ അദ്ദേഹം കാണാനുള്ള എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. സന്തോഷം സന്തോഷം. ഇത് അവരെയൊക്കെ ഓരോരുത്തരും സ്ഥലം ആണിത്. ഇവിടെ ഈ പാമ്പും കൊതുകും ഒക്കെ ഇതെല്ലാം അവരവരെ ഓരോ സ്ഥലക്കാരെയും വെട്ടിപ്പിച്ചിട്ട് ഈ താന്തോണത്തുരത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി മനുഷ്യരുടെ ഈ കൊതുകാണ് മുഴുവനും ചോര കുടിച്ച് പല പല അസുഖങ്ങൾ വരുത്തണം. അപ്പൊ ഇതൊന്ന് വെട്ടിച്ച് കോർപ്പറേഷൻ അതിനുള്ള തീരുമാനം എടുക്കണം. താന്തോണത്തുരത്തിലൊരു ദുരവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ വന്നാണ്. അപ്പൊ ഇവിടുത്തെ റോഡുകളും ശരിക്കും പറഞ്ഞ വഴികളൊക്കെ ഇല്ല, ഒരു കുട്ടികൾക്ക് പോകാൻ സൗകര്യമില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും വന്നാണ്. ചേട്ടൻ അതിനെപ്പറ്റി എന്താ സംസാരിക്കാനുള്ളത്? ഇവിടെ അധികാരികൾ പറയണത് ഇവിടെ ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന് പറയണം. 35 വർഷം കഴിഞ്ഞ് ഈ റോഡ് ഇങ്ങനെ കിടക്കണത്. അന്ന് ചെയ്തു പോയിട്ട് ഇന്ന് വരെയും ഒരു ചാക്ക് സിമെന്റ് പോലും ഇതിന്റെ മുകളിൽ ഇട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് അവരോട് ചോദിക്കാന്നത് ഇവിടെ ടെൻഡർ എടുക്കാൻ ആളില്ല, ഇരട്ടി ചാർജാണ് ഇവിടെ വന്നത്. കാരണം അപ്പുറത്തടിച്ച് അവിടെ നിന്ന് പിന്നെ വഞ്ചിക്ക് ഇങ്ങോട്ട് എടുത്ത് പിന്നെ പണി സ്പോട്ടിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് അങ്ങനെ 2-3 ചാർജാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന് പറയണം. അതൊന്ന്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു മിക്ക ആൾക്കാരുടെ വീടിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അത് നിരന്തരമായിട്ട് നമ്മ അധികാരികളുടെ അടുത്ത് പോവുകയും മരണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും ഇന്നുവരെയും ഒരു നടപടിയുമായിട്ടില്ല. ഇവർ ഇപ്പോൾ ഇലക്ഷൻ വരാൻ നേരത്ത് ആരെങ്കിലും വരും, കുറച്ച് ഇതായിട്ട് ഇവിടെ നടക്കും, ഉടനെ തന്നെ ഔട്ടർ ഫണ്ട് തന്നെ അത് തന്നെ ഇത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെ പോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്കൂളിലും കോളേജിലൊക്കെ പോണ കുട്ടികളൊക്കെ എങ്ങനെ അവര് ഈ 8 മണിക്ക് സ്കൂളിലെത്തേണ്ട പിള്ളേർ 8:30ക്കാണ് ഇവിടുന്ന് പോട്ട്. ആ ബോട്ടിനാണ് ഇവിടുന്ന് പോണത്. അതും ബോട്ട് എന്ന് പറഞ്ഞ ബോട്ട് തോന്നിയ പോലെയാണ് ഓടിക്കണത്. ഇപ്പൊ പോയിട്ട് നമ്മ ആ ബോട്ടും കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചാ ബോട്ട് ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. മിക്കവാറും ആൾക്കാരെല്ലാരും തന്നെ മീൻപിടുത്തക്കാരാണ്.
അവര് മീൻ പിടിക്കാൻ പോയി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്താണ്. പക്ഷെ ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോകാൻ പോലും കുട്ടികൾക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ റോട്ടിൽ കൂടിയാണ് രാത്രി സഞ്ചരിക്കേണ്ടത്. ഓക്കെ, അപ്പുറത്ത് രണ്ട് സൈഡിലും കാണാം. പക്ഷെ നിറച്ച് കൊതുകാണ്. ഇപ്പൊ തന്നെ വേണ്ട നമ്മുടെ മേത്ത് മൊത്തം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊതുക്. ഇതിനെ പോലും ഓടിക്കാൻ പോലും ഒരു നടപടി ഇവിടെ ചെയ്യല്ല എന്നുള്ളതാണ് കഷ്ടം തന്നെ. പിന്നെ നിങ്ങൾ മുകളിലേക്ക് പോയി കാണാം, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. വളരെ ഇരുട്ട്. ഇപ്പൊ ഈ സമയത്ത് നമ്മൾ വന്നിട്ട് പോലും ചെറിയൊരു ഇരുട്ടാണ്. അപ്പൊ രാത്രിയാകുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. രണ്ട് സൈഡിലും കാടും നിറച്ച് വെള്ളവും. നമുക്കതിന് ഒരു വലിയ വനത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത്രയ്ക്ക് ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ കൊതുക് ഒരു രക്ഷയില്ല. നമുക്ക് മറ്റൊരു ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും ഇവിടെ ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് കൂടി ചോദിക്കാം. ചേട്ടാ, ഇവിടെ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ റോഡ് നമ്മുടെ കോർപ്പറേഷൻ തടയാനാണോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള വികസനങ്ങൾ കോർപ്പറേഷൻ തടയാനാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തടയാനാണോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഓരോ വർഷം ഇങ്ങനെ വരുന്തോറും അവർ ഇലക്ഷൻ എടുക്കുമ്പോൾ വരും, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ 2014 പാസ്സായ ഔട്ടർ ബണ്ട് പാലവും ഇതുവരെയായിട്ടും ഈ സാധനം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം അവര് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വക കളിയാണ്. കാരണം ഞങ്ങളിങ്ങനെ തന്നെ കിടക്കണം, അതാണ് അവരുടെ ഇത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ തന്നെ കിടക്കുക. എങ്ങനെ എന്നാലും ഞങ്ങളുടെ കാരണന്മാരുടെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിത് കിട്ടി ഞങ്ങളിവിടെ പോകും. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പോകും. ഇവിടെ രാത്രി പണിക്ക് പോവാ, രാവിലെ വന്ന് ഇവിടെ കിടന്ന് തുടങ്ങാം, പിള്ളേരെ പഠിക്കാൻ കൊണ്ടാക്കാനാണ്, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യും. നമ്മുടെ കുറച്ച് പ്രായമായ അമ്മ അച്ഛന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അവരോട് കൂടി ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. കറിക്കുള്ള പാവൊക്കെ കരിയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മുടെ താന്തോന്തുരത്തിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ വന്നാണ്. അപ്പൊ ശരിക്കും എന്റെ പൊന്നു സാറേ, ഞാൻ കാര്യം പറയട്ടെ. ഇത് പല ആളുകൾ ഇങ്ങനെ വരല് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു 10-35 കൊല്ലമായിട്ടുണ്ട് ഈ റോഡ് വന്നിട്ട്. മനുഷ്യന് ചെരുപ്പില്ലാണ്ട് 2 മിനിറ്റ് നടന്നവൻ ചോരുന്നു. ഒരു ഇത്തിരി ശാന്തം കളിച്ചാക്കാൻ പാടില്ല ഈ കോർപ്പറേഷൻ. 10 കൊല്ലം മുഴുവൻ അല്ലേ ഒരു വർഷം ഭരിക്കാൻ തുടങ്ങിയിട്ട്. 30 കൊല്ലത്തിൽ കുറയാണ്ടായിട്ടുണ്ട് ഈ റോഡ് പണിതിട്ട് ഇതുവരെ. ഇപ്പൊ ആരൊക്കെ നോക്കാം, ആ റോഡ് കണ്ടാലും മനസ്സിലാവും. ശരിയാണ്. ഞങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾ പറയുകയും ചെയ്തു, ഇവിടെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടാവും. അവിടെ ഒരു പാലം, ഒരു വെള്ളം ഒഴുകി തോട് പോലെ സ്ഥലം ഉണ്ടായി. അതിൽ വെള്ളം ഒഴുകി ആ റോഡ് പൊട്ടിക്കിടന്നിട്ട് എന്താണെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ഒരു മെമ്പർ ഉണ്ട്, അയാള് തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. ഇവിടെ വാപ്പാട് ജയിച്ചു പോയിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം വന്നതായിട്ട് ഒരാൾ മരിച്ചപ്പോ വന്ന്, പിന്നെ ഒരു യോഗം ഉണ്ടായപ്പോൾ അയാൾ വന്നു. പിന്നെ ഇയാൾ എന്താണ് ഇവിടെ മനുഷ്യർ ജീവിക്കണ്ട, മരിച്ചാ ഒന്നും അയാൾക്ക് അറിയാൻ പാടില്ല. അയാളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, വോട്ട് മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താന്തോന്തുരത്തിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നടക്കുന്നെങ്കിൽ പോലും അതൊന്നും പ്രാബല്യത്തിൽ ഇവിടെ വന്നിട്ടില്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ നിവാസികളുടെ അഭിപ്രായം. തിരിഞ്ഞും കൂടി നോക്കാറില്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല. അതുപോലെ ഇവിടുന്ന് നമ്മുടെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ എങ്ങനെ പോകണം? അപ്പൊ സ്കൂളിലും കോളേജിലും വോട്ട് കാത്തു നിന്ന് പോയില്ല, അന്നത്തെ സ്കൂളിൽ പോയി അവിടെ ചെല്ലാൻ പറ്റുമെന്ന് തല്ലുകൊള്ളണം. പിള്ളേര് തല്ലുകൊള്ളും, കൊള്ളലാണ് സാറേ. ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റാനില്ലെന്ന് പിള്ളേര് പറഞ്ഞാൽ നേരത്തെ വരണം എന്ന് പറഞ്ഞാൽ നേരത്തെ വരാനും വോട്ട് വേണ്ടേ? ഞങ്ങൾക്ക് ഇത് ഒരു ബോട്ടാണ് ഇവിടെ കിടന്ന് ആപ്പാട് ഓടണം. കോർപ്പറേഷന്റെ ഒരു ബോട്ടുണ്ട്, അത് ഞങ്ങൾ നടന്ന് തുരുത്തിലുള്ള കുഞ്ഞുകുട്ടി ആവാലപുരത്തെ മുഴുവനും ചെന്ന് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് ഒച്ചപ്പാടും ബഹളവും സമരമൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് ഒരു ബോട്ട് അത് ഓടണതാ മനുഷ്യന് കയറാൻ പറ്റുന്ന ബോട്ടുമല്ല, ജാതി പോലും ഇല്ലാത്ത ബോട്ടാണ് ഉടനിട്ട് ഓടിക്കണം. അത്രയും കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ഒരു എണ്ണം മരിക്കാൻ പോയെന്നാൽ കൊച്ചുവഞ്ചിക്ക് കയറി കൊണ്ടുപോകണം, അല്ലാണ്ട് പോകാനൊരു മാർഗം ഞങ്ങൾക്കില്ല. പലതും ചത്തലുണ്ട് അങ്ങനെ. രോഗികളെ വഞ്ചിക്ക് വലിച്ചു ഒരുപാട് എറണാകുളം ആശുപത്രിയിലാണ് തെക്കേ ഇട്ടിച്ച് നടത്തി അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടു ചെല്ലുമ്പോഴേക്കും ഇവിടെ പണി കഴിയും, വണ്ടിയിൽ കിടന്ന് തന്നെ ആവും. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ എന്തെങ്കിലും ഒരു മഞ്ചരിയെങ്കിലും എടുത്ത് ഇട്ട് തരാൻ പറയൂ ഇവിടെ ഭരണകർത്താക്കന്മാർ. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ ഭരണാധികൾ ഈ വാർത്ത ശരിക്കും കാണേണ്ടതാണ്. കാരണം അത്രയ്ക്ക് ദുരിതത്തിലാണ് നമ്മുടെ ഈ താന്തോന്തുരത്തിലെ നിവാസികൾ ജീവിക്കുന്നത്.
കാരണം ഒരു റോഡോ ഒരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ തുരുത്തിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ പൊതുടാപ്പ് വെക്കണത് റോഡിന്റെ മേളിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പൊതുടാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഉച്ച ആകുമ്പോഴേക്കും റോഡിന്റെ മേളിൽ വെള്ളം കയറുന്ന സ്ഥലത്ത് ഒരു പൊതുടാപ്പ് വെച്ചിരിക്കുന്നത് ഒരു കുഴിയിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ആ ടാപ്പ് പൊക്കി വെച്ചെങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഒരു ഉച്ച ആകുമ്പോഴേക്കും ഇവിടെ ഉള്ള വെള്ളം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ എങ്ങും കാണില്ല. അപ്പൊ ഈ അവസ്ഥക്കൊക്കെ ഇവിടുത്തെ അധികാരികളാണ് ശരിക്കും പറഞ്ഞാൽ മറുപടി പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയുടെ ഒരു എറണാകുളത്തിന്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ ഈ താന്തോന്തുരുത്ത് തന്നെ. ഇവിടെ നോക്കിയാൽ നമുക്ക് എല്ലാം കാണാം, ഹൈക്കോടതി വരെയും കാണാം. എന്നിട്ടും നമ്മളെ ഈ അധികാരികൾ ഇങ്ങനെ അവഗണിക്കണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും സമരമുറകളോ എന്തെങ്കിലും നിങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഞങ്ങള് 2-3 സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വഞ്ചി സമരം നടത്തിയിട്ടുണ്ട്. പിന്നെ പിള്ളേര് ഉൾപ്പെടെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്, വെള്ളത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2-3 പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഈ സമരങ്ങൾ നടത്തിയിട്ട് ഇത് പത്രങ്ങൾ വരെ അറിയാത്തൊരു ഇതാണ് അവര് നടത്തിയത്. കാരണം പരസ്യങ്ങളൊന്നുമില്ല. അതിന് ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്ന് അന്നത്തെ ന്യൂസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാള മനോരമ മറ്റുള്ള പത്രങ്ങൾ ഒന്നും തന്നെ വന്നില്ല. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു വലിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ ഒരു പരസ്യം അവർ ചെയ്തിട്ടില്ല. കാരണം അപ്പം ചിലപ്പോൾ ഒരു മേളിൽ നിന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ള. കാരണം അധികാരികൾ പറയുമ്പോൾ ഇങ്ങനെ അറിയുമല്ല, നമ്മളൊരു സമാനം ചെയ്തിട്ട് എന്താ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുമല്ലോ, അതായിരിക്കും അവർ ചെയ്യാൻ. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സർക്കാരിന് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, ഒരു ഗുണമില്ല, ആനുകൂല്യം ഒന്നുമില്ല, ഒരു സാധനമില്ല. കാരണം ഇപ്പൊ ഈ വണ്ടൊക്കെ ഇടിഞ്ഞു പോയി. അതുവരെയും ഇവിടെ അത്രയും വലിയ ഫ്ലാറ്റുകൾ വന്നു. ഞങ്ങൾ ഈ വീട് വെക്കണ കഴിഞ്ഞിട്ടാണ് ആ ഫ്ലാറ്റുകൾ പൊന്തിയത്. ഇപ്പഴും ഞങ്ങളുടെ വീടിന്റെ പണി തീർന്നിട്ടില്ല. കാരണം നമ്മൾക്ക് അക്കരയിൽ വന്നിട്ട് വേണം ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. കൂലിച്ചെലവില്ലേ. ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കൈകാര്യം ചെയ്യണത്? ഞങ്ങള് വഞ്ചിക്ക് തന്നെ പോണം, അല്ല വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇവിടെ. കാരണം അധികാരികള് ഞങ്ങളെ ഇങ്ങനെ ഇട്ടേക്ക്, ഞങ്ങളെങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയെന്നല്ല അവർക്ക് ഇതേപോലെ തൊട്ടടുത്ത് ഉള്ള കൊച്ചിൻ കോർപ്പറേഷൻ അല്ലേ, സിറ്റിയുടെ അടുത്താണ്. അപ്പൊ ഈ സ്ഥലങ്ങൾ കിട്ടിയെന്നാൽ അവർക്ക് ഇതേപോലെ ഫ്ലാറ്റുകൾ വെച്ച് ഇതാക്കാൻ വേണ്ടിയായിരിക്കും അവർ ഞങ്ങൾ ഓടിക്കാനുള്ള പരിപാടി. ഞങ്ങള് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളെങ്ങനെയായിരുന്നാലും വെള്ളമെങ്കിൽ വെള്ളം ചാവുന്നവരെ ഇവിടെ കിടക്കും. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ താമസിക്കുന്നത് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ ഈ താന്തോന്തുരുത്തിൽ താമസിക്കുന്നത്. അവരുടെ ആകെയുള്ള മിച്ച ഭൂമി കെട്ടിപ്പിടിച്ച ഒരു ജീവിതകാലം മൊത്തം ഇവിടെ താമസിക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ അധികാരികൾ ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു അധികാരികളോ ഏതെങ്കിലും ഒരു സന്മനസ്സുള്ള ആളോ ജനങ്ങളോ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ഈ താന്തോന്തുരുത്തുകാരെ സഹായിക്കണം. കാരണം അത്രയ്ക്ക് അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വെള്ളം നോക്കിക്കഴിഞ്ഞാല് സകല ടോയ്ലറ്റിലെയും വേസ്റ്റ് ഓരോ മുറ്റത്ത് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ കൊച്ചിയുടെ ഒരു സെൻട്രൽ പോർഷനിൽ കിടക്കുന്ന താന്തോന്തുരുത്ത് നമ്മൾ നവീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അധികാരികൾ ഇതിനെതിരെ കണ്ണടക്കണെന്നുള്ളത് ജനങ്ങളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ്, ഇവരെ പരിഗണിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അപ്പൊ അതിന്റെ എല്ലാ അധികാരികളും ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്, അതുപോലെ കേന്ദ്ര സഹ പെട്രോളിയം മന്ത്രിയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയുണ്ട്. തീർച്ചയായും അയാൾ ഇത് അറിയണമെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തും. കാരണം കേന്ദ്രം അറിഞ്ഞെന്നാല് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. കേന്ദ്രത്തിലേക്ക് ഒരു കാര്യം ഇവരെ അറിയിക്കില്ല. ഇവര് വെച്ചോണ്ടിരുന്ന ഈ സ്വകാര്യമായിട്ടുള്ള ഓരോ വികസനങ്ങൾ ഇവിടെ മുടക്കി. ഇപ്പൊ സുരേഷ് ഗോപി പിന്നെ കേന്ദ്രമന്ത്രിയായിട്ടില്ലേ, പുള്ളി വന്ന് കണ്ടെന്നാല് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പുള്ളി വന്ന് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ്, അതാണ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇനിയിപ്പോ വിവരം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നും നടക്കൂല. വീടുകളൊക്കെ വന്നതിന് ശേഷം വന്ന ഫ്ലാറ്റുകളാണ് ആ കാണുന്നത്. ഒരുപാട് നിലമൊക്കെ നികത്തിയിട്ടുള്ള ഫ്ലാറ്റുകളാണ് ആ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ സ്ഥലം ഇവിടെ നിന്ന് ഓരോരുത്തർ ഒഴിഞ്ഞു പോയിട്ട് ഇത് മൊത്തത്തിൽ എടുക്കാനുള്ള എന്തെങ്കിലും പ്ലാനുള്ള ഭൂമാഫിയ പോലുള്ള എന്തെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വല്ല ഒരു ഇതുണ്ടോ ചേട്ടന്?
തോന്നലുണ്ടോ? അതുണ്ടാവും. ഉണ്ടാവും. പിന്നെ അതായിരിക്കുമല്ല നമ്മൾക്ക് ഇങ്ങനെ ഒരു വികസനങ്ങൾ വരാത്തത്. കാരണം ഞങ്ങള് പണിയെടുത്തിട്ടിരുന്ന മത്സ്യബന്ധനം നടത്തിയിരുന്ന സ്ഥലമൊക്കെയാണ് അതിപ്പോ ടാറ്റ കമ്പനി എന്നും പറഞ്ഞ ഈ കമ്പനി കാണണ്ട, പഴയ ടാറ്റ കമ്പനിയാണ്. അതാണ് പുഴയുടെ അറ്റം. അതായത് അവിടെ വാർജി വരും, തോണിയൊക്കെ വരും. അന്ന് പിന്നെ ആ രീതിയിലൊക്കെ അങ്ങ് പണിയെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ അതൊന്നും അത്ര അവരിങ്ങോട്ട് അടിച്ചു നിർത്തിയിട്ട് അവര് ആ കാശ് കൊണ്ട് സ്ഥലം വിറ്റ് മറ്റുള്ള ബിൽഡിങ് വേണത്. നമ്മൾക്ക് നമ്മുടെ കര സേഫ്റ്റി ഒക്കെ ഇല്ല. ഇവര് ഇപ്പൊ ചെയ്യേണ്ട, അവരവിടെ അടിച്ചു നിർത്തണ ഞങ്ങൾ ഇത് തടഞ്ഞു വെച്ചെങ്കിൽ ആ കര ഞങ്ങൾക്ക് വണ്ട് കിട്ടിപ്പോയാനെ. ഞങ്ങൾ ചെയ്തില്ല. ഇവര് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്തില്ല. എന്നിട്ട് അവര് ഞങ്ങളെ ഇപ്പൊ ഇങ്ങനെയിട്ട് ഈ വെള്ളം കയറി ഇറങ്ങി പോവുക. അതാണ് ശരിക്കും ഒരു ഉച്ചയാകുമ്പോ ഇവിടെ ഒരു നല്ലൊരു ഏറ്റം. ഇപ്പൊ ഏറ്റവും വലിയതാണ്. ഇപ്പൊ വെള്ളം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കൂടി പൊന്തും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ സംഭവം. ഞങ്ങള് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആകെ ഒരു ജെട്ടിയുള്ള ആ ജെട്ടിയില് ഒരു ഇത്തിരി വെള്ളം, ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ മേലില്, കംപ്ലീറ്റ് മുങ്ങിപ്പോവും. ആ നടക്കണ റോഡ് ഇതെല്ലാം അതിലെ റോഡ് വരെ പൊട്ടിപ്പൊളിഞ്ഞിരുന്നിട്ട് ഇതുവരെയായിട്ടും 10 ഒരു പൈസ ഒരു ചാക്ക് സിമെന്റ് വരെ കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ റോഡൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ തുന്നിയിട്ടില്ല. കൗൺസിലറുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മരിപ്പ ആവശ്യം ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അയാൾ വരികയില്ല. ഒരു ആവശ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല, റോഡിന് ചെയ്തിട്ടില്ല, ഒരു വികസനങ്ങളും ഇല്ല. രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ നിറച്ച് കൊതുകാണ്. ഞങ്ങളൊക്കെ പുക പോലും അടിച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട് വെട്ടിക്കളയുക, അത് നടക്കണം. ഇപ്പൊ അങ്ങോട്ട് നടക്കുമ്പോൾ കാണാം ഈ പച്ച പിടിച്ച് ആകെ മൂടിക്കൊണ്ടെങ്കിൽ അത് നിറച്ച് കൊതുകാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു കാഴ്ച തന്നെയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ഫ്ലാറ്റുകളൊക്കെ കെട്ടിപ്പോക്കുന്ന പോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങള് ഇവിടുത്തെ സ്ഥലം വിറ്റ് പോയതിനു ശേഷം എടുക്കാനുള്ള പദ്ധതിയാണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഏകദേശം കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു വികസനവും ഇല്ല. ഒരു ചേട്ടൻ പറഞ്ഞിട്ട് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കൊതുകിനെ ഓടിക്കാൻ പോലും ഒരു ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അത്രക്ക് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ അത് ഭരണാധികാരികളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്യാന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വരുന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരെ പരിഗണിക്കുന്നില്ല. അപ്പൊ അത്രക്ക് വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ താന്തോന്തുരത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അമ്മച്ചി ഉണ്ട് ഇപ്പൊ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാം. ഈ അമ്മച്ചി എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്? ബോട്ട് സമ്മതിനില്ല, വല്ലപ്പോഴൊക്കെ ബോട്ടുള്ളൂ. എന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ട് കുറെ നാളായി. ഒരെണ്ണം തിരിഞ്ഞു നോക്കണില്ല. ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഉറക്കും, പിന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നിങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. ഞങ്ങൾക്കൊന്നും വേണ്ടിയൊന്നും ചെയ്തു തരാറില്ല. പാവപ്പെട്ടവര് എങ്ങനെ ജീവിക്കണം തിരക്കാറില്ല ആരും. കൃത്യസമയത്ത് ഒരു ബോട്ട് പോലും ഇല്ലല്ലേ? കൃത്യസമയത്ത് ബോട്ടൊന്നും വരാ, അവർക്ക് തോന്നുന്നൊക്കെ വരും പോകും. ഒരു സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു ബോട്ടില്ല. ഇല്ല, ഞങ്ങക്ക് പല ബോട്ട് ഈ ഒരു ബോട്ടേ ഉള്ളൂ. അത് സമയത്തിന് ഇല്ലെങ്കിൽ അതും ഇല്ല. ചിലപ്പോഴൊക്കെ ഉണ്ടാവൂല ബോട്ട്. മിഞ്ഞാന്ന ബോട്ട് ഉണ്ടായിരുന്നില്ല. വീടുകളിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ തീരുമ്പോ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെയെങ്കിലും എറണാകുളത്ത് പോകണം, അതിനായി ബോട്ട് കാത്തി നിൽക്കണം ഞങ്ങൾ. അല്ല, അപ്പൊ ആ സമയത്ത് ബോട്ട് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും മേടിക്കാൻ പറ്റില്ല. അത്രക്ക് ഒരു ദയനീയ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കണ്ണൂർക്കാത്ത അധികാരികളുണ്ടെങ്കിൽ കണ്ണൂർ ഈ നമ്മുടെ ഈ പാലിങ്ങാട് മുട്ടേണ്ട പാലോരുണ്ട് ഫാറ്റൊക്കെ ഈ പുഴ നികത്തി ഉണ്ടാക്കിയ ഫാറ്റുകളാണ് ഇതൊക്കെ. ഇങ്ങോട്ട് ഒരു പാലം വരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഈ സ്ഥലമൊക്കെ വലിയൊരു മേടിച്ചിട്ടാണ് സ്ഥലമൊക്കെ. ആരൊക്കെ മേടിച്ചിട്ട് എനിക്കറിയില്ല. ആരാണ്ടൊക്കെ എറണാകുളത്തെ ഉള്ളവർ ആരാണ്ട് മേടിച്ചിട്ടാണ് സ്ഥലമൊക്കെ ഇതൊക്കെ ഈ കിടക്കണയൊക്കെ ഇവിടെയൊക്കെ. പക്ഷെ തിരിഞ്ഞു നോക്കാറില്ല അവരാരും. അതാണ് നമ്മുടെ എറണാകുളത്തിന്റെ തൊട്ട് കീഴിൽ കിടക്കുന്ന സ്ഥലം അധികാരികൾ കണ്ണൂർന്ന് കാണണമെങ്കിൽ പിന്നെ എന്തെന്നാ കാണുന്നത്? പറയണത് ഈ പാലിങ്ങാട് മുട്ടുന്ന പാലാറ് വല്ലാറോടത്തോട്ട് പോയി. ഇങ്ങോട്ട് മുട്ടിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ള. അപ്പൊ ഇവിടെ അറിയാൻ പാടില്ല, ഇങ്ങോട്ട് മുട്ടോൻ പറഞ്ഞിരിക്കണായിരുന്നു. അതായത് ആരും അനങ്ങിയില്ല. അനങ്ങാൻ എന്തുവന്ന് അത് വല്ലാറോടത്തോട്ട് പോയി. കുറച്ചും കൂടി ബോട്ട് സർവീസ് ഇവിടെ വേണം അല്ലേ? അതെ, ബോട്ടില്ലെങ്കിൽ ചെറിയ പാലം ഞങ്ങൾക്ക് കിട്ടാൽ മതി. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പാടില്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ. വഞ്ചി എപ്പോഴും കുഴഞ്ഞു പോകാൻ പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടില്ല. ആണുങ്ങൾ എപ്പോഴും ഉണ്ടാകുക, അവർ പണിക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പാലം മതിയായിരുന്നു. ഇത് അവിടെ നിങ്ങൾ മുട്ടാനുള്ള പാലുള്ളൂ. ഇതാ ഫ്ലാറ്റിന്റെ അവിടെ നിങ്ങൾ മുട്ടാനുള്ള പാലം മുട്ടാൽ മതി. ചെറിയൊരു പാലം മതി. അത് ഇന്ന് വരട്ടും ചെയ്തിട്ടില്ല. ആരും കണ്ണും തുറക്കണില്ല, ആരും വരാറുമില്ല, തിരിഞ്ഞു നോക്കാറില്ല ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞത്. ഇവിടെ ഒരു ബോട്ട് സർവീസ് പോലും സമയത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. ആകെ ഒരു ബോട്ടാണ്. ആ ബോട്ട് സമയത്തിന് പോലും ഇവിടെ എത്തുന്നില്ല. ഇവരുടെ വീട്ടിലുള്ള അവശ്യ സാധനങ്ങൾ തീർന്നാൽ പോലും മേടിക്കാനായിട്ടുള്ളൊരു
ഒരു സംവിധാനം പോലും നമ്മുടെ ഈ തുരുത്തിലില്ല. ഒരു ചെറിയ കടയോ അല്ലെങ്കിൽ ഒരു എന്തിനു പറയണ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം പോലും നമ്മുടെ ഈ തുരുത്തിലില്ല എന്നുള്ളത് വളരെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ്. എന്റെ മോന്റെ കൊച്ചു എപ്പോഴും വെള്ളത്തിൽ പോക്കാണ്. ഇന്നാളെ എടുത്തിട്ട് എന്റെ മോനെ 1 മാസം കൊണ്ടുവന്ന് വെള്ളത്തിൽ പോയിട്ട് ഭയങ്കര വിഷമമായി പോയി കൊച്ചിന്. അതായത് അവര് ഇന്നലെ അങ്ങോട്ട് വിട്ടോട്ട് പോയി കൊച്ചിന് നോക്കാൻ പറ്റാന്നിട്ട്. അതെ, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഭയങ്കര പേടിച്ചാണ് ഇവിടെ കഴിയുന്നത്. കാരണം ഈ റോട്ടിൽ കൂടി റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു അവസ്ഥയിലാണ്. കുഞ്ഞു കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളത്തിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അപ്പൊ ഏത് സമയവും മാതാപിതാക്കളുടെ കണ്ണെത്തിന്നിരിക്കില്ല. കാരണം അകത്തുള്ള ജോലികളിലായിരിക്കും. അപ്പൊ കുട്ടികൾ ഒന്ന് കളിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ വേണ്ടി നമുക്ക് പറയാം. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് വീഴും. ആ ഒരു അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നല്ല ബുദ്ധിമുട്ട്. കൊച്ചി ആനങ്ങുമ്പോൾ അങ്ങാടി പോകുള്ളൂ. ആ കൊച്ചി 2 പ്രാവശ്യമായി വെള്ളത്തിൽ വീഴ്ച. അതിന്റെ ബുദ്ധിമുട്ടാണ്. എന്റെ മോനിട്ട് രാത്രി പകലും കൊണ്ടുനടന്ന് ഇപ്പൊ കുറവ് മാറി. കൊച്ചിന് ചെറിയ കൊച്ചാണ്, 2.5 വയസ്സായ കൊച്ചാണ്. എന്തായാലും ഞങ്ങളിത് മാക്സിമം അധികാരികളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇത് കുറെ പാടുപെട്ട് ഇവിടെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കടന്ന് ഇത് അവിടെ പോയി ഒരു പാലം വരാൻ വേണ്ടി വെള്ളത്തിൽ കയറി കുഞ്ഞുങ്ങളെ എല്ലാം അടക്കം വെള്ളത്തിൽ പോയി കിടന്ന്. എന്നിട്ടും കൂടി ഒരു ആക്കും കണ്ണുറക്കണില്ലാരും. അവരിക്കട ആയതുകൊണ്ട് അവരങ്ങനെ പോകും. കുറെ പോലീസുകാരെ വിളിച്ചു വരുത്തി കുറെ അവര് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ പോകും. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കൂല. ഒറ്റൊന്നും തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ എന്തായാലും ഈ വാർത്ത ഞങ്ങൾ മാക്സിമം അധികാരികളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കും. 11:10 വരും എന്ന് പറഞ്ഞ ബോട്ട് ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. അപ്പൊ ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു ബോട്ടിന്റെ അവസ്ഥ? ഇവിടെ ഈ ദുരിതം പേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ജനിക്കണ മുമ്പ് തന്നെ ഇവിടെ ദുരിതമാണ്. ഈ യാത്രാക്ലേശം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് എത്ര പേര് എന്തോരം രാഷ്ട്രീയക്കാര് നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരൊന്നും കനിയനില്ല. ഇവർക്ക് ഉള്ള ദുരിതം ഇപ്പൊ ഒരു ബോട്ടാണ്. നേരത്തെ പണ്ട് ഒരുപാട് ബോട്ട് ഉണ്ടായിരുന്ന ആ ബോട്ട് പാലം വന്നതോടുകൂടി ആ ബോട്ടെല്ലാം നിലച്ച്. പക്ഷെ ഇപ്പോഴും ഇവര് ദുരിതം പേറിക്കൊണ്ടിരിക്കണേ. ഒരുപാട് പേര് വെള്ളം മുങ്ങി മരിച്ചിട്ടുണ്ട്. ഗർഭിണികൾ മുതൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ കണ്ണു തുറക്കാത്ത രാഷ്ട്രീയക്കാരൻ. ഈ ജീവിതം എന്ന് പറയുന്നത് ദുരിതം പിടിച്ച ജീവിതം ഇല്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവര് ആള് മാറിക്കളയും. കാരണം വേണ്ട എന്ന് പറയും. കാരണം അവർക്ക് യാത്രാക്ലേശം ദുരിതമാണ്. ഒരു ബോട്ട് ഇപ്പൊ നിലവിലുള്ളൂ. ഇപ്പൊ ആകെ ഒരു ബോട്ടാണ് നിലവിൽ. അത് വന്നതാ ഇന്നലെ. അത് കേടായി ബാറ്ററിയിൽ നിന്നും പറഞ്ഞു. ഞങ്ങൾ കാത്തി നിന്നിട്ട് പോലും ആ ബോട്ട് വന്നില്ല. അപ്പൊ എന്താ ബാറ്ററി കേടായി. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജോലിക്കാർ തന്നെ ബോട്ട് മര്യാദ ശ്രദ്ധിക്കൂല. കാരണം നമ്മുടെ ഒരു വാഹനം നമ്മ മര്യാദ ശ്രദ്ധിക്കുമ്പോ അത് ഓടുള്ളൂ. ഇതല്ല. 16 അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ എപ്പോഴും ദുരിതമാണ്. ഇപ്പൊ വന്നിട്ട് ഞാൻ 9:30 ബോട്ടിനാ വന്ന്. പക്ഷെ ഇപ്പൊ തിരിച്ചു പോകാൻ ബോട്ടില്ല. 11:10 ബോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ബോട്ട് വരുന്നത് 12 മണിക്ക്. ഇവിടുന്ന് ഒരു മരുന്ന് മേടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എല്ലാം ബുദ്ധിമുട്ടാണ്. ഒരു കട പോലും ഇല്ലാത്തതാണ്. പക്ഷെ എല്ലാം ദുരിതം ഇവര് ബെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണേ. പ്രതികരിച്ചിട്ട് പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ പാലം വരും എന്ന് പറഞ്ഞിട്ട് ഒരു പാലവും വരികയില്ല. ശരിക്കും പാലം വരാൻ സമ്മതിക്കാതെ കോർപ്പറേഷൻ രാഷ്ട്രീയ പാർട്ടികളാണ് കൂടുതൽ. അല്ലാണ്ട് കോർപ്പറേഷൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ ഭരിക്കുന്നത്. അവര് തന്നെ ഭരിക്കുമ്പോ ഈ കാണിക്കണതെല്ലാം തോന്നിവാസമാണ്. മൊത്തം കാണിക്കണ എല്ലാം തോന്നിവാസമാണ്. ഈ ജനത്തിന് എങ്ങനെയൊക്കെ കുരുതി കൊടുക്കാൻ പറ്റും അവര് കുരുതി കൊടുത്തിരിക്കും. എന്നിട്ട് ഒരുപാട് റീത്തും കൊണ്ടുവരും. ഭയങ്കര സങ്കടവും പറയും. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളിപ്പോ ഏകദേശം മനസ്സിലാക്കി കൊടുത്തോളം ഇവിടെയുള്ള സ്ഥലങ്ങൾ ജനങ്ങൾ വിറ്റുപോയതിനു ശേഷം ഇവിടെ ചെയ്യാൻ അതായിരിക്കുള്ളൂ. അവന്മാര് മേടിച്ചിടും ഈ സ്ഥലങ്ങള്. തുച്ഛ വിലക്ക് അവന്മാര് മേടിച്ചിട്ട് പറയും. വെള്ളം കയറി കഴിഞ്ഞാൽ പോലും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഏറ്റവും വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കണേ. ഇവിടെ കുടിവെള്ളത്തിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഇവരൊക്കെ അക്കരെ പോയാൽ കുടിവെള്ളമൊക്കെ എടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കുടിവെള്ളം വന്നത്. അപ്പോഴും ഇവിടെ ദുരിതം തന്നെ. ഒരുപാട് ഗർഭിണികൾ മുതൽ വഞ്ചിക്ക് പോയിട്ട് മരിച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഇവര് ദുരിതം പേറിക്കൊണ്ടിരിക്കണേ. ഇവര് ഒരിക്കലും നന്നാകരുത്. ശാപം കിട്ടിയ ജന്മങ്ങളാണെന്നുള്ള മൈൻഡാണ് ഈ രാഷ്ട്രീയക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തിന്റെ ഒരു മധ്യഭാഗത്ത് ഏറ്റവും വിലപ്പെട്ട സ്ഥലമാണ് ഇത്. പക്ഷെ എന്നിട്ടും ഇവർക്ക് അതിൽ നിന്നൊരു ശാപമുക്തി ഇല്ല. ശാപം കിട്ടിയ പോലെയാണ് ഇവര് ജീവിക്കുന്നത്. ഒരു കല്യാണക്കാരും പോലും ഒരാൾ വന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം അവര് വരുമ്പോ വോട്ടുണ്ടാവൂല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആ പെൺകൊച്ചിനൊക്കെ അതുപോലെ മുടങ്ങിപ്പോണേ. നമ്മുടെ ഒരു അമ്മയും കൂടി ഇവിടെ ഉണ്ട്. ഈ അമ്മ ഇവിടെ ജനിച്ചു വളർന്ന അമ്മയാണ്. അപ്പൊ അമ്മക്ക് ഇവിടുത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മ ഇവിടെ ഉണ്ടായ കാലം പോലെ നമുക്ക് അറിയാവുന്ന ഒരു തുരുത്താണ്.
ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള തുരുത്താണ്. അപ്പൊ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കുറച്ച് പറയാം. ആ. ഒരുപാട് പറയാനാണ് എനിക്ക് ഇന്നത് മുഴുവൻ തരില്ല, അതുകൊണ്ട് കുറച്ച് പറയാം. ഇന്ന് തുടങ്ങണ്ട എന്താ? ബഹുമാനപ്പെട്ട എല്ലാവർക്കും കോമന ലക്ഷ്മണന്റെ നമസ്കാരം. പിന്നെ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാൻ ജനിച്ചു വളർന്നിട്ട് ഞങ്ങൾക്ക് വഞ്ചി കറണ്ടില്ല, ഇനി വെള്ളമില്ലായിരുന്നു. എല്ലാം അക്കരെ പോയി കൊണ്ടുവരണം. കുഞ്ഞുമക്കളെയൊക്കെ പഠിപ്പിച്ചതും വഞ്ചിക്ക് പോയിട്ട് അവരെ കൊണ്ട് അക്കരയാക്കിയിട്ട് ഉച്ചക്ക് ചോറും വെള്ളമൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ എൻ്റെ കുറേ പ്രായമുള്ള ആൾക്കാർ ഞാനും ഒക്കെ ആയിട്ട് ഞാൻ 15 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞാനും 16ാമത്തെ പ്രാവശ്യം എൻ്റെ ഭർത്താവുമായിട്ട് വെള്ളത്തിൽ പോയിട്ട് ഭർത്താവ് വെള്ളത്തിൽ കൂടി പോയി. അതിൻ്റെ ഇടിഞ്ഞ് ഞാൻ പൊങ്ങി. പിന്നെ 2 ആങ്ങളമാർ, പിന്നെ ഈ തുരുത്തിലുള്ള കുറേ ജനങ്ങൾ 5-10 പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പുറത്തുനിന്ന് യാത്രക്ക് വരും. അന്ന് അധികം വീടില്ല. ആ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ വന്ന് വഞ്ചി കയറി കഴിഞ്ഞാൽ വഞ്ചി മുങ്ങി, വഞ്ചി മരണപ്പെട്ട് അങ്ങനെ കുറേ പേര് പുറത്തുനിന്ന് വന്ന ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അങ്ങനെയായി പിന്നെ ഷട്ടിൽ ബോട്ട് ഓടാൻ തുടങ്ങി. ആ ഷട്ടിൽ ബോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഉപകാരമിട്ട് വരാപ്പഴ ബോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷട്ടിൽ ബോട്ട് ഉണ്ടായിരുന്നു. എൻ്റെ പുറത്തുനിന്ന് വന്ന് 2-3 പേരായിട്ട് എൻ്റെ മകൻ വഞ്ചി മുങ്ങിയിട്ട് ഇവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഷട്ടിൽ ബോട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയൊക്കെ കുറേ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയി ബോട്ടില്ലാഞ്ഞിട്ട് ഞങ്ങൾ കുറേ എല്ലാം അവിടുത്തെ മുമ്പ് ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടും ബോട്ട് ഓടാനുള്ള ഇല്ല, വരാപ്പഴ ബോട്ട് അടുപ്പിക്കില്ല. അങ്ങനെയാണ് ഈ ബോട്ട് കോർപ്പറേഷൻ 2 എണ്ണം ഉണ്ടത്. അപ്പോൾ ഈ മുളകുപാടൊക്കെ ഇപ്പം ഇത് വന്നതുകൊണ്ട് പിന്നെ ഓട്ടോറിക്ഷയും ബസ്സൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വീട് മാത്രമായിട്ട് അടുപ്പിക്കില്ല. പിന്നെ ഒരു ബോട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇട്ടേക്കുന്നത്, അത് ഒന്നിനും കൊള്ളാത്തൊരു ബോട്ട്. അത് കയറാനും പറഞ്ഞില്ല, ഇറങ്ങാനും പറ്റാത്തൊരു ബോട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇട്ടേക്കുന്നത്. അതും ഞങ്ങൾക്ക് ബോട്ട് ഓടൂല്ലെന്ന് കർശനം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 10-25 പേര് കൂടി കോർപ്പറേഷൻ ഓഫീസിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ ആൺപിള്ളേരൊക്കെ കുറച്ച് ചെറുപ്പക്കാരി ആൺപിള്ളേരാണ്. 10, 50, 60, 55 വയസ്സ്, 50 വയസ്സ്, 40 വയസ്സ് ഞങ്ങളുടെ ആൺപിള്ളേരൊക്കെ ഉണ്ട്. അജി കുറേ പേര് കൂടി ഞങ്ങൾ പോയിട്ട് കളക്ടർ ഓഫീസിൽ ചെന്നു. ബോട്ട് അടുക്കൂലെന്ന് കർശനം പറഞ്ഞു. മുളകുപാടൊക്കെ ഉള്ളത് ഞങ്ങനെ അടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് അന്നിരുന്ന എൻ്റെ പേര് എനിക്കറിഞ്ഞില്ല. ജഡ്ജിയുടെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞു കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ചിരുന്ന കളക്ടറായിട്ട്. ഏത് കളക്ടറാണെന്ന് എനിക്കറിയില്ല, പേരറിയില്ല. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അജി പറഞ്ഞിട്ട് മനസ്സിലാകാനില്ല. അതിവിടെ ജനിച്ചാണെങ്കിലും എൻ്റെ അത്ര അറിവ് അവർക്കില്ല. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. എങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് ഈ കൊച്ചുങ്ങളെ പറഞ്ഞിട്ട് ശരിയാവണില്ല. അപ്പോൾ കളക്ടർ ഒരുന്ന് ഫോണെടുക്കും, ഒരു 10 പേരോട് സംസാരിക്കും, നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ പുള്ളിക്ക് നേരമുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇവർ സംസാരിച്ചിട്ട് ശരിയാവാനിച്ചിട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 മിനിറ്റ് സാറിനോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം തരികയാണ്, ഒരു 10 മിനിറ്റ് സംസാരിക്കണം. കുറച്ച് ഞാൻ പറഞ്ഞു തരാം. പിള്ളേർക്ക് എൻ്റെ അത്ര അറിവില്ല, ഞാൻ അവിടെ ജനിച്ചു വളർന്നതാണ്. കളക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ സംസാരം എഴുതി വെക്കുന്നുണ്ട്. ഈ 10 പേരുടെ ഫോൺ എടുത്തോട്ട് ഇതെടുക്കും അതെടുക്കും. അപ്പം എൻ്റെ വിചാരം പോയത് ശ്രദ്ധിക്കണില്ലെന്നാണ്. പക്ഷെ പുള്ളി എല്ലാം ശ്രദ്ധിച്ചിട്ട് അതെല്ലാം പുള്ളി മനസ്സിലെടുത്തിട്ട് എല്ലാവരോടും ചുറ്റും പോകണമല്ലോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കണത് 10 മിനിറ്റ് വെച്ചിട്ട് 25 മിനിറ്റ് എൻ്റെ കൂടെ സംസാരിപ്പിച്ചു. സംസാരിപ്പിച്ച് കഴിഞ്ഞ് ഉടനെ എല്ലാം വെച്ചിട്ടുള്ള പറഞ്ഞ് ഉടനെ നിങ്ങൾ കളക്ടർ ഓഫീസിൽ കാക്കനാട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ കാക്കനാട് പോയി. എന്നപ്പോൾ അവിടുത്തെ കളക്ടറിൻ്റെ ഉമ്മ വെച്ചേക്കണം. പുള്ളി അവിടെ ഇല്ല, ഇന്ന് എൻ്റെ താഴെയുള്ള ആൾ പേപ്പറും കൊടുത്തിട്ട് പോകും. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ബോട്ട് അനുവദിച്ചു. ആ ബോട്ട് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മുളകാടൊക്കെ ഈ ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ബോട്ടില്ലാണ്ടാക്കി. ആയി കഴിഞ്ഞപ്പോഴൊക്കെ പറയും താന്തോണിക്കാർക്ക് മാത്രമായിട്ട് ഒരു ബോട്ട് ഇടണം. പിന്നെ അപ്പം താന്തോണിലധികം ആൾക്കാരില്ല. കാലത്തും വൈകിട്ട് കൂടുതൽ ആൾക്കാരുണ്ട്. പിള്ളേർക്കൊക്കെ 9 മണിക്ക് 9:30, 6 മണിക്ക് 8 മണിക്കൊക്കെ പോകേണ്ട പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടില്ല. ആ ബോട്ട് ഞങ്ങൾക്ക് ഓടിയില്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തം പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം ഞാൻ പറഞ്ഞു താന്തോണിക്കാർക്ക് മാത്രമായിട്ട് ബോട്ട് വേണ്ട സാറേ, ഞങ്ങൾക്ക് നേരത്തെ മുളകുപാട് വടക്കേറ്റെന്ന് ഓടിയ പോലെ ഞങ്ങൾക്ക് ഓടിയാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടുകാർക്ക് ഈ താന്തോണിക്കാർക്ക് മാത്രമായിട്ട് പോയിട്ട് ആൾ കുറവുണ്ട്. അപ്പോൾ അതില്ലാതെ വരും ഞങ്ങൾക്ക്. പക്ഷെ നേരത്തെ മുളകുപാട് വടക്കേറ്റെന്ന് ഓടിയ പോലെ ഞങ്ങൾക്ക് ഓടിയാൽ മതി. അപ്പോൾ അവിടെ അടുത്ത് വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അടിയിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാവുമല്ലോ, അത് മതി ഞങ്ങൾക്ക്. അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് ബോട്ടിട്ടാൽ ഇത് കാലപ്രയാണം നിന്ന് പോകും. ഞങ്ങൾക്ക് പാലം വരാതെ ഞങ്ങളുടെ ബോട്ട് നിർത്തരുത് എന്ന് ഞങ്ങൾ സങ്കടപ്പെട്ട് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ഈ ഒരു ബോട്ട് ഓടുന്നത് ഒരു പൊട്ട ബോട്ടാണ്. ബോട്ടില്ല അവർക്ക്. ഒരു ബോട്ട് ഓടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിള്ളേരോട് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ നിൽക്കും. ഒരു മനുഷ്യർക്കൊന്നും അങ്ങാടി ഇങ്ങോട്ട് പോകണം. ഈ വഞ്ചിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ പുഴ ചുരുക്കിയൊക്കെ ഉണ്ടല്ലോ, ആഴം കൂടി.
ഈ വാർജ് പോണോണ്ട് എപ്പസിറ്റിലേക്ക് വാർജ് പോണോണ്ട് ആഴം കൂടിയിട്ട് ഇനി വഞ്ചി മുങ്ങിയവരൊക്കെ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒഴുക്കത്താണ് നമ്മൾ ഈ പോണത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പിന്നെ പാലം വരാതെ ഞങ്ങളുടെ വോട്ട് കളയരുതെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് എല്ലാവരോടും അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ കുറേ ഇവിടെ വിഷമങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പക്ഷെ ഇവിടെ എല്ലാവരും വോട്ടിന് വരും. വോട്ടിന് വന്നിട്ട് അവരങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞ് ഈ പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ പുഴയിൽ പോയി നീട്ടി, വലയൊക്കെ നീട്ടി പെണ്ണുങ്ങൾ എല്ലാവരും കൂടി പുഴയിൽ ഇറങ്ങിയെന്ന് എനിക്ക് ബോധക്കേട് വന്നതിന് ഹോസ്പിറ്റലിൽ ഉണ്ട്. അതിനൊന്നും തീരുമാനം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്നപ്പോഴും എന്തെങ്കിലും തീരുമാനം ഉണ്ട്. ഇപ്പം ഈ പ്രാവശ്യം വോട്ടിന് വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ ഇതെന്താണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ആലോചനയുള്ളത് ഇപ്പോൾ ഐവീടൻ വന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സഹായം ചെയ്യുന്നുണ്ട്. ഇല്ല, രണ്ടു കൂട്ടരുണ്ട് കേട്ടോ, ആരെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പാർട്ടിനെ ആരും കുറ്റപ്പെടുത്തില്ല. ഐവീടൻ സാറ് വന്ന കാലം തുടങ്ങി ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ യാൻസി ഇവിടെ അക്കരല്ല ഇപ്പം അവസരമല്ല, അവരിപ്പോൾ തിരിഞ്ഞു നോക്കില്ല. പ്രവീൺ ആ പുള്ളിക്കാർ തിരുന്നപ്പോഴും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഓടി വരുമായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം വോട്ടിന് വന്ന ആൾക്കാർ ആരും വന്നില്ല. അവരുടെ കുറെ പേരെ മാത്രമേ വിട്ടുള്ളൂ. അതുകൊണ്ട് വോട്ട് ഞങ്ങൾ കുറെ പേര് ചെയ്തില്ലെന്ന് പറയണം. പക്ഷെ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ കളയില്ല. എന്താ ആർക്കാണെങ്കിലും നമ്മൾ നഷ്ടപ്പെടി ആരും ജയിക്കട്ടെ മോനെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഏത് പാർട്ടിയാണെന്ന് അറിയില്ല. നമ്മൾ എന്താണ് വിശ്വസിക്കണം ആ പാർട്ടിക്ക് അത് ചെന്ന് കുത്തും. അവിടെ അത്രയല്ല ഇന്നത് ചെയ്യാന്നല്ല. ഐവീടൻ സാർ ഇരുന്ന കാലം തുടങ്ങിയിട്ടല്ലേ എന്തുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഇപ്പൊ പുള്ളി കേട്ടിട്ടല്ലല്ലോ. ഇതിപ്പോ ഇനി ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഒരു വഴിയൊന്ന് ശരിയാക്കി, അല്ലെങ്കിൽ പാലം ഇതുണ്ട് ഇതൊക്കെ ഇടിച്ചു പൊളിച്ചു പോകും. എനിക്ക് സങ്കടമുണ്ട്. എന്താണ് ഞാൻ അത്ര പ്രാവശ്യം വെള്ളത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊന്നല്ല പറയാനുള്ളത്, കുറേ ഉണ്ട് പറയാനായിട്ട്. എൻ്റെ മക്കളെ എത്രയും പ്രാവശ്യം കേൾക്കണം. എൻ്റെ ഭർത്താവ് എൻ്റെ ആങ്ങളെ വല്യമ്മയുടെ മകൻ വെള്ളത്തിൽ നീന്തി വഞ്ചിയിലില്ലാഞ്ഞിട്ട് രാത്രി വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് പുള്ളി പുഴ നീന്തി പപ്പനൊപ്പം മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് പുഴയിൽ പോയി ഇതുപോലെ വല നീട്ടാൻ അങ്ങോട്ട് പോയി പുള്ളി മരിച്ചു. പിന്നെ ഒന്നിക്കര മൂലയിൽ പോയി അടിഞ്ഞു. അതുകൂടാതെ നമ്മുടെ ശശിധരൻ്റെ ഭാര്യ അത് 4 മാസം ഗർഭിണിയായിരുന്നു. അത് പൊന്നാരിമംഗലത്ത് സൂണൻ. ഇവര് കുറെ പേര് തുരുത്തിലുള്ള ആൾക്കാരിനെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ വിരുന്നിന് വന്ന ആൾക്കാർ അതുപോലെയൊക്കെ മരിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ എവിടെ ഇറങ്ങി ചോദിച്ചാലും എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇനി അതും ഇതൊക്കെ കുറെ പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം വേണ്ടത് ഞങ്ങൾക്ക് ഒരു ഔട്ടർ വണ്ടിയിലൊക്കെ പാസ്സായെന്ന് പറയുന്നത്. പൈസ പാസ്സായി കിടപ്പുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു തീരുമാനമാകണില്ല. പൈസ പാസ്സായി, കോൺട്രാക്ട് എടുക്കാൻ ആളില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞാണ് നിൽക്കണേ. ഇപ്പൊ ഈ വഴി തന്നെ ഒന്ന് പരിക്കനിട്ട് ഒന്ന് ശരിയാക്കി ഇട്ടെന്നാല് അമ്പലത്തിന്റെ ശുഭോഷമൊക്കെ ഉണ്ടാ കിഴപ്പച്ച ആ അമ്പലം അങ്ങനെ ആക്കിയത് ഞങ്ങൾ എന്തോരം ഞങ്ങൾ ആള് കുറവാണ് ഇവിടെ. ആള് കുറവാണെങ്കിലും ഞങ്ങൾ കുറെ തിരുവിനക്കാണെന്ന് അത്ര വരെ ആക്കിയിട്ടുണ്ട്. ചെറിയ അമ്പലമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കത് വലുതാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കത് അമ്മച്ചുള്ള അനുഗ്രഹമുണ്ട്. എങ്കിലും അതും കൂടി ഒന്ന് ശരിയാക്കാം. വഴിക്കൊന്നും നമുക്ക് തൊഴാൻ പോകാനായിട്ടും കൂടി പറ്റില്ല. നമ്മൾ ഈ വടിയും കുത്തി പിടിച്ചെല്ലാം നടക്കണം. അപ്പൊ ഈ മരിക്കുന്നവരെങ്കിലും പറ്റുന്നെങ്കിലും നമുക്ക് തൊഴാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിന് റോഡൊന്ന് ശരിയാക്കി ഔട്ടർ കൊണ്ടും ശരിയാക്കാനുള്ള ഇത് അറിയിക്കേണ്ട ആൾക്കാരെ ഒന്ന് അറിയിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ വലിയ ഉപകാരം. ഞാൻ അത്രയും പറഞ്ഞു. കുറെ പറയാനുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. എനിക്ക് ചങ്ക് പൊട്ടിപ്പോ അത്രയും വിഷമമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നും എല്ലാവരും അറിയിക്കേണ്ട അറിയിക്കും. നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മള് അമ്മച്ചിയുടെ വളരെ വേദനാജനകമായിട്ടുള്ള വാക്കുകളാണ് കേട്ടത്. നമ്മളിപ്പോ ഈ തുരുത്തില് നടന്നപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വഴിയില്ല. നമ്മളിപ്പോ ഷൂട്ട് നടന്നിട്ട് പോലും കരിങ്കല്ല് കാലുമ്പോ കുത്തിക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. വഞ്ചിയില്ല. ഇവിടെ ആ ഒരു ബോട്ട് സർവീസ് ആണ് ഉള്ളത്. ആ ബോട്ട് സർവീസ് ഇപ്പൊ തന്നെ നമ്മൾ ഈ ജെട്ടിയിലേക്ക് കയറാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറിന് മേലായി. ഇതുവരെ ആ ബോട്ട് വന്നിട്ടില്ല. 11:10 വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 12 മണി 11:45 ഇതുവരെയായിട്ടും അരമണിക്കൂറിന് ശേഷമായിട്ട് പോലും ബോട്ട് എത്തിയിട്ടില്ല. അപ്പൊ എത്ര ആളുകളാണ് ഇവിടെ സാഹചര്യം മൂലം നിൽക്കണേന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാനോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമയത്തിന് ക്ലാസ്സിൽ പോകാനുള്ള ഒരു അവസ്ഥ പോലും നമ്മുടെ ഈ തുരുത്തിലില്ല. ഇത്രയും അടുത്ത് നമ്മുടെ എറണാകുളം സിറ്റിയിൽ കിടക്കുന്ന ഈ തുരുത്ത് ഇനിയും അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടുത്തെ ജനങ്ങള് നമ്മുടെ ഈ പുഴയിൽ വീണ് മരിക്കല്ലാതെ ഇവരുടെ ഒരു ദുരിതം കാണാനായിട്ട് ഇനിയെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് നമ്മുടെ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവരുടെ ഒരു ദുരിതം കണ്ട് ഇവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നത്. അതിനും നിങ്ങൾ ഇനി കണ്ണു തുറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 63ഓളം കുടുംബങ്ങളുണ്ട്. അവരുടെ ഒരു വേദനാജനകമായിട്ടുള്ള അവര് കുഞ്ഞു കുട്ടികൾ വരെയാണ് പുഴയിൽ വീണ് മരിച്ചു പോകുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം നമ്മുടെ അമ്മ പറഞ്ഞ കണക്കനുസരിച്ച് 22ഓളം പേര് നമ്മുടെ ഈ പുഴയിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പാലം അല്ലെങ്കിൽ ഒരു കുറച്ച് ബോട്ട് സർവീസ് എങ്കിലും കൂടുതൽ വരാതെ, അല്ലെങ്കിൽ ഒരു റോഡ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഇതിന്റെ അകത്തുള്ള പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള ഒരു ബാത്റൂം, ഒന്ന് സ്ഥലം പൊക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരികൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ
അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു സിറ്റിയിൽ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെട്രോ സിറ്റിയുടെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹൈക്കോടതി. ഇവിടെ നിന്ന് കാണാം ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്ററിന് താഴെ 500 മീറ്ററാണ് നമ്മുടെ ഈ തുരുത്തിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്കുള്ളത്. ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും നമ്മുടെ സർക്കാർ ഇതിനോട് കാണിക്കുന്ന അനീതി വളരെ വളരെ വലിയൊരു അനീതിയാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്.